ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 28. എന്താ അവന്റെ ശവം കണ്ട് പേടിച്ചു പോയോ? സിംഹത്തിന്റെ കയ്യിലകപ്പെട്ട ചേതന്റെ അടുത്തേക്ക് ഓടിയ ശിവന്യ ഞെട്ടി നിൽക്കുന്നത് പുറകിൽ നിന്ന് കണ്ട വിമൽ ചോദിച്ചു. ശിവന്യ ഒന്നും മിണ്ടിയില്ല. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഒരു വേള ഇത് സ്വപ്നമാണോ എന്നുവരെ അവൾ ചിന്തിച്ചു പോയി. ചേതനെ കൊല്ലാൻ വേണ്ടി ഗർജിച്ചുകൊണ്ട് ഓടി വന്ന ആ ക്രൂരനായ സിംഹം ദേ ഒരു വളർത്തു നായെ പോലെ തന്റെ വാലുമാട്ടി ചേതന്റെ ചുറ്റും നടന്ന് അവന്റെ കൈ നക്കുന്നു. വിമലിന്റെ മുത്തശ്ശൻ അവനെ സംരക്ഷിക്കാൻ കൊടുത്തതാണെങ്കിൽ പോലും അത് വിമലിനെ പോലും തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. തന്നെ തല്ലാനും തലോടാനുമുള്ള സ്വാതന്ത്ര്യം മുത്തശ്ശന് മാത്രമേ ലിയോ നൽകിയിരുന്നുള്ളൂ. അങ്ങനെയുള്ള ലിയോയാണ് ഇപ്പോൾ ചേതന്റെ ചുറ്റും പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയിരിക്കുന്നത്. ശിവന്യ മറുപടി നൽകാത്തതിനാൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ വിമൽ അവിടേക്ക് ഓടി വന്നു. മുത്തശ്ശന്റെ അരുമ ശിഷ്യന്റെ കളി കണ്ടതും അവന്റെ വായ താനെ തുറന്നുപോയി. എന്ത് ലിയോ ആണോ അത് എന്ന് ആത്മഗതം പറഞ്ഞു. ലിയോ, നിന്നോട് ഞാൻ അവനെ കൊല്ലാനാണ് പറഞ്ഞത്, അല്ലാതെ പട്ടിയെ പോലെ അവന് ചുറ്റും വാലാട്ടാനല്ല. വേഗം അവനെ കൊല്ല്. വിമൽ ഒരു ഭ്രാന്തനെ പോലെ അലറി. ലിയോ എന്നാൽ അത് മൈൻഡ് പോലും ചെയ്തില്ല. അവൻ ചേതന്റെ കാലിനരികിലായി തന്റെ 2 കൈകളും നീട്ടിവെച്ച് അതിനു മേലെ തല വെച്ച് വാലുമാട്ടിക്കിടന്നു. ചേതൻ അത് കണ്ട് സ്നേഹത്തോടെ അവന്റെ തലയിൽ തലോടി. ലിയോ, നിന്നോട് അവനെ കൊല്ലാനാണ് പറഞ്ഞത്, അത് ചെയ്താ ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ തരാം. വിമൽ വീണ്ടും അലറി. ചേതനൊന്ന് മുന്നിലേക്കാഞ്ഞ് ലിയോയുടെ താടിയിൽ ചൊറിഞ്ഞു കൊടുത്തു. ഇവന്റെ ശബ്ദം വളരെ അസഹ്യമായിട്ടുണ്ടല്ലേ? ചേതൻ വിമലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ലിയോയോട് ചോദിച്ചു. ചേതൻ ചോദിച്ചത് കേട്ടതും ലിയോ എണീറ്റ് നിന്ന് വിമലിനെ നോക്കി ഗർജിച്ചു. വിമൽ അത് കണ്ട് ഭയന്ന് 2 അടി പിന്നിലേക്ക് എടുത്തു വെച്ചു. സടകുലുക്കി അവൻ മുന്നോട്ട് കുതിക്കുന്നത് കണ്ട് എന്നൊന്നും ചെയ്യല്ലേ എന്ന് അലറിക്കൊണ്ട് വിമൽ ഓടി. ലിയോ അവന്റെ പിന്നാലെ ഓടി അവന്റെ മുന്നിൽ വന്നു നിന്നു. വിമൽ അത് കണ്ട് ഭയത്തിൽ തന്റെ കണ്ണുകൾ മിഴിച്ചു നിന്നു. ഞെട്ടി നിൽക്കുന്ന വിമലിന്റെ കരണം നോക്കി ലിയോ ഒരു തട്ട് കൊടുത്തതും അതിന്റെ ശക്തിയിൽ വിമൽ അടുത്തുള്ള മരത്തിൽ പോയി മുഖമിടിച്ചു വീണു. വീഴ്ചയുടെ ശക്തിയിൽ അവന്റെ വായിൽ നിന്ന് പല്ലുകൾ അടർന്നു വീണു. അവൻ ചുമച്ചുകൊണ്ട് രക്തം തുപ്പി. നീ ഇതെന്താ ചെയ്യുന്നേ? നീ എന്റെ മുത്തശ്ശന്റെ പെറ്റാണെന്നുള്ള മറന്നോ എന്ന് വേദനയിൽ കരഞ്ഞുകൊണ്ട് വിമൽ ചോദിച്ചു. തന്നെ സംരക്ഷിക്കാൻ മുത്തശ്ശൻ തനിക്ക് സമ്മാനിച്ച സിംഹം തന്നെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് കണ്ട് അവന് ദേഷ്യം വന്നെങ്കിലും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവൻ. ഇത് കണ്ടുനിന്ന എഡ്വിൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചെങ്കിലും അത് ചേതന്റെ കണ്ണിൽ പെട്ടു. അവിടേക്ക് നോക്ക്, ഒരുത്തൻ കൂടിയുണ്ട്. അവൻ ഇവനേക്കാൾ വലിയ കുഴപ്പക്കാരനാ, അവനെയും വെറുതെ വിടരുത്. എഡ്വിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചേതൻ ആജ്ഞാപിച്ചു. അത് കേട്ട് ലിയോ എഡ്വിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഒരു തൊഴി തൊഴിച്ചതും എഡ്വിനും തെറിച്ച് വിമലിന്റെ അടുത്ത് പോയി വീണു. ലിയോ വിമലിനെയും എഡ്വിനെയും നോക്കിയൊന്ന് ഗർജിച്ച് തിരിഞ്ഞ് ചേതനെ നോക്കി വാലാട്ടി. ചേതൻ ലിയോയുടെ അടുത്ത് ചെന്ന് അതിന്റെ തലയിൽ തലയോടി ഗുഡ് ബോയ് എന്ന് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടവൻ വിമലിനും എഡ്വിനും നേരെ തിരിഞ്ഞു. അവർ ഇരുവരും തമ്മിൽ നോക്കി വേദനയാൽ കരയാൻ തുടങ്ങിയിരുന്നു. അവർ ഇരുവരുടെയും മുഖത്ത് എന്തൊക്കെയായി നടക്കുന്നത് എന്ന ഒരു സംശയഭാവമായിരുന്നു. സത്യം പറഞ്ഞാൽ ശിവനെയും അതേ മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു. അവൾ കണ്ണുമിഴിച്ച് ചേതന്റെ അടുത്തേക്ക് ചെന്നു. ചേത, നീ ഇത് എങ്ങനെ ചെയ്തേ? തന്റെ ഞെട്ടലിൽ നിന്നും പുറത്തു വരാതെ ശിവനെ ചോദിച്ചു. അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നമ്മുടെ സുന്ദരനായ ലിയോടടുത്ത് അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ചേതൻ തന്റെ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. സുന്ദരനായ സിംഹത്തെ കണ്ട സാധാരണ മനുഷ്യർക്ക് പേടിയല്ല തോന്നുക. ഇവന് സിംഹത്തിന്റെ സൗന്ദര്യമാണോ കണ്ണി പിടിച്ചത്? ശിവന്യ ചേതൻ പറഞ്ഞത് കേട്ട് പിറുപിറുത്തു. ഓഹോ, ഈ സിംഹം സുന്ദരനായിട്ടുണ്ടെങ്കിൽ നീ ഇനി തൊട്ട് അതിന്റെ കൂടെ തന്നെ നടന്നോ? ശിവന്യ തനിക്ക് തോന്നിയ കുശിബിന്റെ പുറത്ത് ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് ചേതന് വല്ലാതെ ചിരി വന്നു. എന്നാ ശരി, ഞാൻ പോകുക, സമയം ഒരുപാടായി എന്ന് പറഞ്ഞ് ചേതൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് തന്റെ വീട്ടിലേക്ക് നടന്നു. ലിയോ ഒരു ഭീകരനായ സിംഹമായിരുന്നു. എങ്കിൽ കൂടിയും അതിന്റെ ദേഹത്ത് ചില ക്ഷതങ്ങൾ ഉണ്ടായിരുന്നു. വിമലിന്റെ മുത്തശ്ശന് പോലും അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ തന്റെ ഉള്ളിലെ ഇൻവിസിബിൾ ലൈബ്രറിയുടെ സഹായത്തോടു കൂടി ചേതൻ അവ കണ്ടെത്തി. അതിൽ ചില ഭേദപ്പെടുത്താൻ സാധിക്കുന്ന ക്ഷതങ്ങളെ ചേതൻ ഭേദപ്പെടുത്തിയതും ആ സിംഹം നന്ദിയോടെ അവനെ അനുസരിക്കാൻ തുടങ്ങി.
വിമൽ അതിന് കൊടുക്കാമെന്ന് പറഞ്ഞ ക്യാപ്സ്യൂളിനേക്കാളും ഭക്ഷണത്തെക്കാളും അതിന് പ്രധാനമായി തോന്നിയത് അതിന്റെ വേദന ശമിപ്പിച്ചതിലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ചേതനോട് കൂറു തോന്നി വിമലിനെതിരായി തിരിഞ്ഞത്. തന്റെ ഉള്ളിലെ ഇൻവിസിബിൾ ലൈബ്രറിയുടെ സഹായമില്ലാതെ താനിതൊക്കെ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ശിവന്യയോട് തന്നെ സഹായിച്ചത് തന്റെ ഉള്ളിലെ ഇൻവിസിബിൾ ലൈബ്രറി ആണെന്ന് അവന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ അവന്റെ രഹസ്യങ്ങളെല്ലാം പുറത്താവില്ലേ? അതുകൊണ്ട് അവൻ വായിൽ തോന്നിയത് എന്തോ പറഞ്ഞ് അവളുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. ചേതാ, ഒന്ന് നിക്ക്, നീ എങ്ങനെ സിംഹത്തെ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞു തന്നിട്ട് പോ. അവനെ വിടാതെ പിന്നാലെ ഓടിച്ചെന്ന് ശിവനെ ചോദിച്ചു. ചേതനൊരു ഉത്തരം കിട്ടാത്ത കടങ്കഥ പോലെയാണെന്നാണ് അവൾക്ക് തോന്നിയത്. കുറച്ചു മുമ്പ് ഒരു പാചകക്കാരനേത് പോലെ വിഭവങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിച്ച ചേതൻ ദാ ഇപ്പോ ഒരു സിംഹത്തെ മെരുക്കിയെടുത്തിരിക്കുന്നു. അവൻ ചെയ്യുന്നതൊന്നും അവൾക്കൊരു സാധാരണ കാര്യമായി തോന്നിയില്ല. എലിജിബിലിറ്റി ടെസ്റ്റിൽ അവൻ 0 വാങ്ങിയത് മനഃപൂർവ്വം തന്നെയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പൂജ ലഭിക്കുക? എന്റെ പൊന്നു ശിവന്യ, ഇങ്ങനെ എന്റെ പുറകെ വരാതെ എന്നെ ഒന്ന് വെറുതെ വിട്. ഇനിയും കൂടുതൽ നേരം ഇവിടെ നിന്നാ അവന്മാർ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. എനിക്കിപ്പോ ചാവാൻ യാതൊരു ഉദ്ദേശവുമില്ല, പ്ലീസ്. ചേതൻ ശിവന്യയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ശിവന്യക്ക് അവൻ പറഞ്ഞത് കേട്ട് വല്ലാത്ത ചമ്മൽ തോന്നി. അവളുടെ മുഖം രക്തവർണമായി. നീ മരിച്ച പിന്നെ എനിക്ക് ടൈം പാസിന് ആരാ ഉള്ളത്? അവൾ നാണിച്ചു ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്ത്? എന്താ പറഞ്ഞേ എന്ന് ചേതൻ ചോദിച്ചതും ഒന്നുമില്ല, ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. ആയിക്കോട്ടെ. അവൻ കളിയോടെ അവളെ നോക്കി. ശരിയെന്നാ, നീ വെക്കോ, സമയം ഒരുപാടായി, നമുക്ക് നാളെ കാണാം. ശിവനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും തിരിച്ചെന്ത് പറയണമെന്നറിയാതെ തലയാട്ടുക മാത്രം ചെയ്ത് ചേതൻ അവിടെ നിന്നും തിരിച്ചു നടന്നു. ഇതേ സമയം ഫുഡ്വേ ഹോട്ടലിലെ ബഹളം ശ്രദ്ധിച്ചുകൊണ്ട് അവിടേക്ക് ഒരു വയസ്സനായ ആള് വന്നു. ഞാനൊന്ന് പുറത്തേക്ക് പോയി വന്ന സമയം കൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? അയാൾ ചോദിച്ചത് കേട്ട് ഗോവിന്ദ് തല കുനിച്ചു നിന്നു. ആ വയസ്സായ ആൾ വേറെ ആരുമല്ല, ഹോട്ടലിന്റെ ഉടമസ്ഥൻ തോമസ് ആയിരുന്നു. സർ, ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് നടന്നതെല്ലാം അയാളോട് വിവരിക്കാൻ തുടങ്ങി. നരേന്ദ്രന്റെ കൊച്ചുമകൻ വിമലും അവന്റെ സുഹൃത്ത് എഡ്വിനും അവിടെ വന്നതും അവരുടെ പ്ലാനും അതുപോലെ തന്നെ ഗോവിന്ദ് നടത്തിയ തിരിമറിയും എല്ലാം അയാൾ മറച്ചു വെക്കാതെ ഏറ്റുപറഞ്ഞു. അയാൾ പറഞ്ഞു നിർത്തിയതും തോമസ് ഗോവിന്ദിന്റെ നെഞ്ചിൽ ആഞ്ഞു തൊഴിച്ചു. ആ തൊഴിയുടെ ആഘാതത്തിൽ ഗോവിന്ദ് തെറിച്ച് മതിലിൽ ഇടിച്ചു വീണു. അയാൾ ചുമച്ചുകൊണ്ട് ചോര ഛർദ്ദിച്ചു. സാർ, പ്ലീസ് സാർ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തതാണ്. പക്ഷേ അവനാണതെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് നമ്മുടെ ഇമേജ് ഡാമേജ് ചെയ്തത്. ഗോവിന്ദിന്റെ വാക്കുകൾ കേട്ടതും തോമസിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നീ തിരുമറി കാണിച്ചതിൽ കുഴപ്പമില്ല, അതൊരാൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രശ്നം എന്ന് പറഞ്ഞ് തോമസ് അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. സാർ, അത് പിന്നെ ഞാൻ... ഗോവിന്ദ് വാക്കുകൾക്കായി പരതി. അയാളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞിരുന്നു. പാചകത്തിനായുള്ള വിഭവങ്ങളിൽ മായം കലർത്തി പണം തട്ടിക്കൊണ്ടിരുന്ന ഗോവിന്ദ് താൻ ഒരിക്കലും പിടിക്കപ്പെടും എന്ന് കരുതിയിരുന്നില്ല. ചേതൻ കാരണം ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ ജീവിതം തകിടം മറിഞ്ഞു. മിണ്ടിപ്പോകരുത്, നിനക്ക് ഞാൻ 5 ദിവസം സമയം തരാം. അതിനുള്ളിൽ ഈ ഹോട്ടലിലെ നില പഴയതുപോലെ ആക്കിയിരിക്കണം. നീ കാണിച്ച തിരുമറിക്ക് നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്ത എനിക്കെന്ത് പ്രയോജനമുള്ളത്? പകരം 5 ദിവസത്തിനുള്ളിൽ ഈ ഹോട്ടൽ എങ്ങനെയായിരുന്നോ അതുപോലെ ആക്കിയില്ലെങ്കിൽ നീ നിന്റെ പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കോ. നിന്നെ കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചുമൂടി അതിനു മുകളിൽ ഞാൻ ക്യാബിൻ പണിയും, കേട്ടല്ലോ? തോമസ് ഭീഷണിപ്പെടുത്തി. ഗോവിന്ദ് പേടിച്ച് തലയാട്ടി. ആ, പിന്നൊരു കാര്യം, ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് ഒരു സാറാണെന്ന് പറഞ്ഞില്ലേ? അതാരാ? അവൻ എവിടുന്നാ ഇത്ര ധൈര്യം? തോമസ് ശബ്ദത്തിൽ ചോദിച്ചു. തോമസ് ഒരു ഡോൺ 7 സ്റ്റേജ് ഫൈറ്റർ ആണ്. അതിനാൽ അയാളുടെ കോപം കാരണം ചുറ്റും അയാളുടെ ഓറ തെളിഞ്ഞു വന്നു. അയാളുടെ ശക്തി അയാളുടെ ആ പ്രഭാവലയത്തിൽ പ്രതിഫലിച്ചിരുന്നു. അവന്റെ പേര് ചേതൻ എന്നാണ് സാർ. ഗോവിന്ദ് വേഗം തന്നെ മറുപടി കൊടുത്തു. ചേതനോ? ആ എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ചേതനോ? തോമസ് ചോദിച്ചു. മാജിക് സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആകെ എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ഒരേ ഒരാൾ ചേതൻ മാത്രമാണ്. അതുകൊണ്ട് ചേതൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു.
അതെ സർ, അവൻ തന്നെയാണ് എന്ന് തലയാട്ടിക്കൊണ്ട് ഗോവിന്ദ് പറഞ്ഞു. എന്ത്, വെറും ഒരു യൂസ്ലെസ് ആയ അവൻ എന്റെ ഹോട്ടലിന്റെ പേര് ഡാമേജ് ചെയ്യുന്നു? അവനെ ഞാൻ... തോമസ് ദേഷ്യത്തിൽ തന്റെ മുഷ്ടി ചുരുട്ടി. വെറുമൊരു സീറോ ആയ അവനെ കൊന്നാൽ പോലും ആരും ചോദിക്കാൻ വരില്ല എന്നതുകൊണ്ട് അയാൾ അവനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതേ സമയം തന്റെ വീടിന്റെ മുമ്പിൽ എത്തിയ ചേതൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എന്ത് വൃത്തികെട്ട ദിവസമായിരുന്നു. ഒരു ഡിന്നർ കഴിക്കാൻ പോയതിന് എന്തൊക്കെ പുകിലാണ് ഉണ്ടായത്. ഇൻവിസിബിൾ ലൈബ്രറി എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ കട്ടിലിരുന്നു. ആ, അത് വിട്. ഇപ്പൊ എങ്ങനെ ഡോൺ 6 സ്റ്റേജിലെത്താമെന്ന് ആലോചിക്കാം. ഭൂമിയിൽ നിന്ന് വന്നൊരാളാണെങ്കിൽ കൂടിയും മായിക ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ബലവാനായേ തീരൂ എന്ന് ആദ്യ ദിവസം തന്നെ ചേതൻ മനസ്സിലാക്കിയിരുന്നു. ഡോൺ 3 സ്റ്റേജിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് തന്നെ ചേതൻ ഡോൺ 5 സ്റ്റേജിൽ എത്തിച്ചേർന്നിരുന്നു. അത് സാധാരണമായി ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഒരാൾക്ക് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ മേലധികാരിയുടെ സമ്മതവും ഗൈഡൻസും ആവശ്യമായിരുന്നു. എന്നാൽ അതൊന്നും ഇല്ലാതെയാണ് ചേതൻ ഡോൺ 5 സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നത്. ലൈബ്രറിയിലെ ബുക്കുകൾ വെച്ച് ആ ബുക്കിലെ മെത്തേഡുകളുടെ തെറ്റും ശരിയും മനസ്സിലാക്കി അതിലെ ശരിയായ മെത്തേഡുകൾ ഉപയോഗപ്പെടുത്തിയാണ് ചേതൻ ഒരു രാത്രിയിൽ ഡോൺ 5 സ്റ്റേജിലേക്ക് എത്തിയത്. എന്നാൽ അതുപോലെ ഡോൺ 6 സ്റ്റേജിലേക്ക് എത്താൻ അവന് കഴിയില്ല. കാരണം ഡോൺ 6 സ്റ്റേജിനെ കുറിച്ചുള്ള ബുക്കുകൾ ഒന്നും തന്നെ വിശ്വന്റെ ലൈബ്രറിയിലില്ല. ഡോൺ 6 സ്റ്റേജിനെ കുറിച്ച് അറിയണമെങ്കിൽ ചേതൻ ഒരു മേലധികാരിയുടെ സഹായം ആവശ്യമായിരുന്നു. എന്നാലും ഡോൺ 3 സ്റ്റേജിലായിരുന്ന ചേതൻ പെട്ടെന്ന് വന്ന് ഡോൺ 6 സ്റ്റേജിലേക്ക് കടക്കാൻ അനുമതി ചോദിച്ചാൽ അവർ അവന് ഭ്രാന്താണെന്ന് പറയും. അല്ലെങ്കിൽ അവൻ എങ്ങനെ അനുമതിയില്ലാതെ ഡോൺ 3 കടന്നു എന്ന ചോദ്യം വരും. ഇതൊന്നുമില്ലാതെ എങ്ങനെ ഡോൺ 6 സ്റ്റേജിലേക്ക് എത്താം എന്ന് ചിന്തിക്കുകയായിരുന്നു ചേതൻ. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. സിറ്റി സെന്ററിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ടെന്ന് അലക്സ് പറഞ്ഞിരുന്നു. അവിടെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള എക്യുപ്മെന്റ്സ് കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. അവിടെ പോയാ ചിലപ്പോ ഇതിനൊരു പരിഹാരം ലഭിക്കും. ചേതൻ ചിന്തിച്ചു. 29. ആ നാട്ടിലെ തലസ്ഥാന നഗരിയിലായിരുന്നു സ്കൂൾ ഓഫ് മാജിക് സ്ഥിതി ചെയ്തിരുന്നത്. ആ നഗരം വളരെ വലുതായിരുന്നു. പല വിധത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാർക്കറ്റുകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു അവിടം. ഡോൺ 6 സ്റ്റേജിനെ കുറിച്ചുള്ള വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ പോലും മാർക്കറ്റുകളിൽ ഡോൺ 6 സ്റ്റേജിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുമെന്ന് അവൻ കരുതി. വാങ്ങിയില്ലെങ്കിലും അതെല്ലാം വെറുതെ ഒന്ന് കണ്ടാൽ തന്നെ അവന്റെ ഉള്ളിലെ മാജിക് ലൈബ്രറി വിവരങ്ങൾ ഒപ്പിയെടുക്കുമെന്നതിനാൽ ഡോൺ 6 സ്റ്റേജിൽ എത്താനുള്ള എന്തെങ്കിലും മാർഗം ലഭിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. രാത്രി സമയമാണെങ്കിൽ കൂടിയും മാർക്കറ്റുകളിലെ വഴിയോര കച്ചവടക്കാർ ഇപ്പോഴും കടകൾ തുറന്നിട്ടുണ്ടാവും. ഇനിയും വൈകിയാൽ ചിലപ്പോൾ അവർ കടയടച്ച് പോയാലോ എന്നാലോചിച്ച് അവൻ വേഗം തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. ചേതൻ മാർക്കറ്റിനുള്ളിലേക്ക് കയറിയതും അവിടുത്തെ കാഴ്ച കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ചെറുതും വലുതുമായ പല വിധത്തിലുള്ള കടകളിൽ പലവിധം വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നു. പഴയ ചേതന്റെ ശമ്പളം കുറവായതുകൊണ്ടും കിട്ടുന്ന കാശ് എല്ലാം കുടിച്ചു തീർത്തിരുന്നത് കൊണ്ടും ഇതുപോലെയുള്ള ഒരു മാർക്കറ്റിലേക്ക് വരിക എന്നത് അവന്റെ സ്വപ്നത്തിൽ പോലും നടക്കാതിരുന്ന കാര്യമാണ്. ചേതന് തന്റെ മുമ്പിലുള്ള കടകളിൽ നിരത്തി വെച്ചിരിക്കുന്ന വസ്തുക്കൾ എന്താണെന്നോ അതിന്റെ വില എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അതിൽ പലതും ഭൂമിയിൽ അവൻ കണ്ടതുപോലുമല്ല എന്നുള്ളതാണ് സത്യം. ഈ മാർക്കറ്റിൽ വിൽപ്പന സാധനങ്ങളിൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിഞ്ഞു വാങ്ങുക എന്നത് ഒരു വലിയ കടമ്പയാണ്. ഇവന്മാര് നല്ലതാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ അതോ തട്ടിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരിക്കും. പക്ഷേ എന്റെ ഉള്ളിലുള്ള ലൈബ്രറിക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഒരു കൈ നോക്കിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചേതൻ ആദ്യം കണ്ട കടയിലേക്ക് കയറി. ചേതനെ കണ്ടതും വിൽപ്പനക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ അകത്തേക്ക് ക്ഷണിച്ചു. വെൽക്കം സാർ. സാറിന് എന്താണ് വേണ്ടത്? ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടുത്തെ പോലത്തെ നല്ല പ്രൊഡക്ട്സ് സാറിന് വേറെ ഒരു കടയിലും കിട്ടില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ആ കടക്കാരൻ വാ തോരാതെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയിട്ട് പറയാം, ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവിടെയുള്ള വസ്തുക്കൾ എടുത്ത് നോക്കാൻ തുടങ്ങി. അവൻ ആദ്യം കയ്യിലെടുത്തത് ഒരു മണിയായിരുന്നു. ഈ മണി ഞങ്ങൾ പ്രത്യേകം പണിയിപ്പിക്കുന്ന ഒന്നാണ്. 50 സ്വർണ്ണ നാണയങ്ങളാണ് ഇതിന്റെ വില. ഞങ്ങളിത് 50 സ്വർണ്ണ നാണയങ്ങൾക്കാണ് കൊടുക്കാറുള്ളത്. എങ്കിലും സാറിന് മാത്രം ഞാനിത് വില കുറച്ച് 20 സ്വർണ്ണ നാണയത്തിന് തരാം. കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ മറുപടി ഒന്നും പറയാതെ ആ മണി കയ്യിൽ വെച്ച് തിരിച്ചു മറിച്ചു നോക്കി. ചേതന്റെ മനസ്സിൽ ഇൻവിസിബിൾ ലൈബ്രറി തുറന്നു വന്നു. അതിൽ നിന്നും ഒരു പുസ്തകം അവന്റെ മുൻപിലേക്കെത്തി. അതിൽ മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തെളിഞ്ഞു. ആയുധമണി, കുറവുകൾ,
ഇത് പ്രവർത്തിച്ചു തുടങ്ങാൻ നീണ്ട സമയമെടുക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. 2, ഇത് ഉപയോഗിക്കുന്നവരെയും ഇത് കേൾക്കുന്നവരെയും ഒരുപോലെ മോശമായി ബാധിക്കും. എന്നിങ്ങനെ മണിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിൽ തെളിഞ്ഞു വന്നു. ഓ, ഇതിത്ര മോശപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആയിരുന്നു, അതിനാണോ ഇയാൾ ഇത്ര വീമ്പിളക്കിയത്? ചേതൻ അതെല്ലാം വായിച്ച് പിറുപിറുത്തു. ഈ സത്യം അറിയാത്ത ആളുകൾ 50 സ്വർണ്ണ നാണയത്തിന്റെ സാധനം 20 സ്വർണ്ണ നാണയത്തിന് തരാമെന്ന് കേൾക്കുമ്പോ തന്നെ അത് വാങ്ങും. പക്ഷേ അതിന് 2 സ്വർണ്ണ നാണയത്തിന്റെ വില പോലും ഇല്ലായിരുന്നു. ഡോൺ 9 സ്റ്റേജിലുള്ള കൊല്ലന്മാർ ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് ഈ ലോകത്ത് വിലമതിച്ചിരുന്നത്. എന്നാൽ ഇതാകട്ടെ ഡോൺ 1-ലുള്ള ആരോ വില കുറഞ്ഞ ലോകത്തിൽ പണിതാണ്. കഴിഞ്ഞ ജന്മത്തിൽ ലൈബ്രറി നടത്തിയിരുന്ന സമയത്ത് ആളുകൾ എന്റെ കയ്യിൽ കള്ളനോട്ട് കൊണ്ടുവന്ന് തന്നാൽ പോലും അത് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാനൊക്കെ ഈ മാർക്കറ്റിൽ വന്നാൽ ഡെസ്റ്റിനി ബുക്കും ഇൻവിസിബിൾ ലൈബ്രറിയും ഒന്നുമില്ലാതെ പെട്ടുപോകുമായിരുന്നു. ചേതൻ ചിന്തിച്ചു. ഈ ലോകവും ജഗന്റെ പഴയ ലോകവും പോലെ തന്നെയായിരുന്നു. സത്യത്തിനോട് സമമായി തന്നെ കളവും അവിടെ നിലകൊണ്ടുവരുന്നു. രണ്ടിനെയും തമ്മിൽ വേർതിരിച്ചറിയുക ഉപ്പിൽ നിന്നും പഞ്ചസാരയെ വേർതിരിക്കുന്നത് പോലെയായിരുന്നു. ഈ മാർക്കറ്റിലെ കടകളിലൊക്കെയായി 10 മില്യൺ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം ഏതാണ് ശരിയായ കാര്യങ്ങൾ പറയുന്നവ, ഏതാണ് തെറ്റെന്ന് വേർതിരിച്ചറിയുക അത്ര സാധാരണ കാര്യമായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ചേതൻ അത് നിസ്സാരമായി ചെയ്യുന്നത് കണ്ടാൽ ആളുകൾക്ക് സംശയം തോന്നും. ഒന്നുകിൽ അവർ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് മുദ്രകുത്തും. അഥവാ ഇതൊന്നും നടന്നില്ലെങ്കിൽ തന്നെ വെറുതെ പേജുകൾ മറച്ചു വരികയാണെങ്കിൽ പോലും 10 മില്യൺ പുസ്തകങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക സാധ്യമല്ല. സാർ, എന്താ നോക്കി നിൽക്കുന്നേ? ആ മണിയെടുത്തിട്ട് വേഗം പണം താ എന്ന് കടക്കാരൻ പറഞ്ഞതും ചേതൻ തന്റെ ചിന്തയിൽ നിന്നും പുറത്തു വന്നു. നിങ്ങളുടെ അടുത്ത് ആദിത്യ പുഷ്പമുണ്ടോ? അവിടെ ഔഷധ സസ്യങ്ങൾ ഉള്ളത് കണ്ട് ചേതൻ അയാളുടെ ശ്രദ്ധ തിരിക്കാനായി ചോദിച്ചു. ചേതൻ സാറയുടെ പ്രശ്നത്തിനായി ചില പ്രതിവിധികൾ നോക്കി വെച്ചിരുന്നു. അത് ചെയ്യണമെങ്കിൽ ആദിത്യ പുഷ്പം ആവശ്യമായിരുന്നു. തണുപ്പുള്ള ഇടങ്ങളിലായിരുന്നു ഈ പ്രത്യേക പുഷ്പം വളർന്നിരുന്നത്. എന്നിരുന്നാലും അതിന് സൂര്യന്റെ കിരണങ്ങളും ആവശ്യമായിരുന്നു. അതുകൊണ്ട് അതിൽ കോൾഡ് ആൻഡ് വാം ആയിട്ടുള്ള ഓറ ഒരുപോലെ ഉണ്ടായിരുന്നു. 2 വിധത്തിലുള്ള ഓറകൾ തമ്മിൽ സമമായി ചേരുന്നതിനാൽ ഈ പുഷ്പം സാറയുടെ അവസ്ഥയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കാം. സാറ ഇത്രയും നാൾ തെറ്റായ ഫൈറ്റിംഗ് മെത്തേഡ് അഭ്യസിച്ചിരുന്നതുകൊണ്ട് അവളുടെ ശരീരവും അതിനനുസരിച്ച് മാറിയിരുന്നു. അവളുടെ ഞരമ്പുകൾ ആ ഫൈറ്റിംഗ് ടെക്നിക്ക് അനുസരിച്ചുള്ള രീതിയിലേക്ക് മാറപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ ഞരമ്പുകളെ പഴയ രീതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കാതെ പുതിയ ഫൈറ്റിംഗ് മെത്തേഡ് അഭ്യസിച്ചു തുടങ്ങിയാൽ അത് അവൾക്ക് ശാരീരിക പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ആദിത്യ പുഷ്പോ? കറക്റ്റ് ആളുടെ അടുത്താണ് സാർ വന്ന് ചോദിച്ചത്. ഞാൻ വെറുതെ ആളാവാൻ പറയുകയല്ല, പക്ഷേ ഇവിടെ എന്റെ കടയിലല്ലാതെ വേറെ എവിടെ പോയാലും സാറിന് ഗുഡ് ക്വാളിറ്റിയിലുള്ള ആദിത്യ പുഷ്പങ്ങൾ കിട്ടില്ല. ഇത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കാട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരുന്നതാണ്. എന്റെ അടുത്ത് ഇപ്പോൾ ഒരു 10 എണ്ണം ഉണ്ട്. അതിൽ ഒരു പൂവിന് 100 സ്വർണ്ണ നാണയങ്ങളാണ് വില. സാറിന് എത്ര എണ്ണം വേണം എന്ന് ചോദിച്ച് ആ കടക്കാരൻ ഒരു പെട്ടി എടുത്ത് തുറന്നു. അതിൽ വിടർന്നിരിക്കുന്ന 10 ആദിത്യ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വെള്ള നിറത്തിലെ പൂവും ചുവന്ന ഇലകളും തണ്ടുകളുമായിരുന്നു അതിൻ്റെത്. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ചേതൻ ഒരു ആദിത്യ പുഷ്പം തന്റെ കയ്യിലെടുത്തു. അവൻ മനസ്സ് ഏകാഗ്രമാക്കിയതും അവന്റെ ഉള്ളിൽ ഇൻവിസിബിൾ ലൈബ്രറി തുറന്ന് അതിൽ നിന്നും ഒരു പുസ്തകം അവന്റെ മുന്നിലേക്ക് വന്നു. ആദിത്യ പുഷ്പം. കാടിന്റെ 200 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുള്ള ഉൾക്കാടിൽ നിന്ന് പറിച്ചത്. 2 വർഷം പ്രായമുള്ളവ. അങ്ങനെ അതിന്റെ ഗുണങ്ങളും കുറവുകളും ഓരോന്നായി പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ഇത് ശരിക്കും ആദിത്യ പുഷ്പമാണ്. അയാൾ കള്ളം പറഞ്ഞല്ല. ചേതൻ ചിന്തിച്ചു. അവൻ ആ പെട്ടിയിലുള്ള മറ്റു പുഷ്പങ്ങളെ നോക്കി. അതിലൊന്നിൽ അവന്റെ കണ്ണ് ഉടക്കി നിന്നു. ആ ആദിത്യ പുഷ്പത്തിൽ നിന്നുമുള്ള നീര് വന്ന് അവിടെ നിറഞ്ഞിരുന്നു. ഇതെന്താ ഈ സസ്യത്തിന്റെ നീര് ആ പെട്ടിയിലായിരിക്കുന്നത്? നിങ്ങളിതെങ്ങനെ മുറിക്കണമെന്ന് അറിയാതെയാണോ മുറിച്ചുകൊണ്ട് വന്നത്? ഇങ്ങനെ നീര് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി കുറവായിരിക്കുമല്ലോ. ചേതൻ അയാളെ നോക്കി പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഓരോ സസ്യങ്ങളും മുറിക്കുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. ആ രീതികളിലൂടെ അല്ലാതെ അത് മുറിച്ച അതിന്റെ ശക്തി കുറഞ്ഞു പോകും. അതിനനുസരിച്ച് അതിന്റെ മൂല്യവും. എന്താ സാർ ഈ പറയുന്നത്? ഇതെനിക്ക് അന്നം തരുന്ന തൊഴിലാണ്. അതിൽ ഞാൻ തട്ടിപ്പ് കാണിക്കോ? ആ തണ്ടൊടിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് ഒടിഞ്ഞു വീഴാറായ പോലെയായിരുന്നു. ഞാനും മുറിച്ച സമയത്ത് അതിനെ ശ്രദ്ധയോടെയായിരുന്നു എടുത്തത്. പക്ഷെ എന്നിട്ടും അത് ശരിയായില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ പകുതി വിലയ്ക്ക് തരാം. എന്ത് പറയുന്നു? കടക്കാരൻ പറഞ്ഞതും ചേതൻ മറ്റൊരു ആദിത്യ പുഷ്പം കയ്യിലെടുത്തു നോക്കി. പെട്ടെന്ന് അവന്റെ ഉള്ളിലെ ലൈബ്രറി തുറന്നു. ആദിമ ആദിത്യ പുഷ്പം. ഈ ഒരു സസ്യത്തിൽ നിന്നാണ് മറ്റ് ആദിത്യ സസ്യങ്ങൾ ഉണ്ടായത്.
ഉൾക്കാട്ടിൽ നിന്നും പറിക്കപ്പെട്ടത്. പ്രായം 15 വർഷം. ചേതന്റെ ഉള്ളിലെ ആ പുസ്തകം ആദ്യത്തെ പുഷ്പത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. അവ വായിച്ച അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഇത് ആദിമകാലത്തെ ആദ്യത്തെ പുഷ്പമാണെന്നോ ചേതൻ മനസ്സിൽ ചോദിച്ചു. ചേതൻ പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് ഇതുപോലെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരുപാട് മറ്റ് ആദ്യത്തെ സസ്യങ്ങൾക്ക് ജന്മം കൊടുത്ത അമ്മ സസ്യത്തെ ഔഷധത്തിനായി ഉപയോഗിച്ചാൽ അതിന് സാധാരണ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തി ഉണ്ടാവുമത്രേ. ഈ ആദിത്യ പുഷ്പം കൊണ്ട് മരുന്നുണ്ടാക്കിയാൽ ഉറപ്പായും സാറയുടെ ശരീരം ശക്തിയുള്ളതാവും. ഇത് പാക്ക് ചെയ്തു. ചേതൻ ആശ്ചര്യം മുഖത്ത് കാണിക്കാതെ അയാളോട് പറഞ്ഞു. ചേതൻ തന്റെ ആശ്ചര്യം പുറത്തു കാണിച്ചാൽ അത് കണ്ട് ആ കടക്കാരന് ഈ സസ്യം വിലയേറിയതാണെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായാൽ അയാൾ അതിന്റെ വില ലക്ഷങ്ങൾ വരെ കൂട്ടിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് വാങ്ങുന്ന കാര്യം ചേതന് സ്വപ്നത്തിൽ പോലും നടക്കാത്ത ഒന്നാണ്. അങ്ങനെ ആ ചീത്തയായ പുഷ്പം ആ മണ്ടന്റെ തലയിൽ കെട്ടിവെച്ചു. ആ സസ്യത്തിന്റെ യഥാർത്ഥ വില അറിയാത്ത ആ കടക്കാരൻ ആശ്വസിച്ചു. ഇതാ, ഇതിന്റെ വില 50 സ്വർണ്ണ നാണയങ്ങളാണ്. അയാൾ ആദ്യത്തെ പുഷ്പം പാക്ക് ചെയ്ത് ചേതന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വില വളരെ കൂടുതലാണ്. പക്ഷേ ചേട്ടനെ കണ്ട ഒരു സത്യസന്ധനാണെന്ന് തോന്നും. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ പൈസക്ക് തന്നെ വാങ്ങിയേക്കാം. വെയിറ്റ് എന്ന് പറഞ്ഞ് സ്റ്റൈലായി തന്റെ പോക്കറ്റിൽ കൈയിട്ടതും അവന്റെ മുഖം പെട്ടെന്ന് മാറി. കയ്യിൽ പൈസയൊന്നും എടുക്കാതെയാണ് ഈ വലിയ മാർക്കറ്റിൽ പുസ്തകങ്ങളും മറ്റും അന്വേഷിച്ച് താൻ വന്നിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. എന്താ സാർ നോക്കി നിൽക്കുന്നേ? പണമെടുക്ക്, കടക്കാരൻ അക്ഷമയോടെ പറഞ്ഞു. അത് കേട്ട് ചേതൻ ചമ്മലോടെ തന്റെ പോക്കറ്റിൽ നിന്നും കൈയെടുത്തു. അവന്റെ കയ്യിൽ ആകെ കൂടെ 8 സ്വർണ്ണ നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്ത്, വേറെ 8 സ്വർണ്ണ നാണയങ്ങളോ? എന്നിട്ടാണോ ആദ്യത്തെ പുഷ്പം വാങ്ങാൻ ഇറങ്ങിയത്? കടക്കാരൻ പുച്ഛത്തോടെ ചോദിച്ചു. ചേതൻ മറുപടി ഒന്നും പറയാതെ ചമ്മലോടെ നിന്നു. ഈ 8 സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടാണോ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സീനുണ്ടാക്കിയത്? ഈ ആദ്യത്തെ പുഷ്പത്തിന്റെ ഇതളുകളെല്ലാം പോയ തണ്ടിന് വരെ ഈ 8 സ്വർണ്ണ നാണയത്തിന് മേലെ വിലയുണ്ടാവും. അപ്പോഴാ കയ്യിൽ കാശില്ലെങ്കിൽ പോകാൻ നോക്ക് സാർ, വെറുതെ എന്റെ സമയം കൂടെ വേസ്റ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് ചേതന്റെ കയ്യിലെ ആദ്യത്തെ പുഷ്പം അയാൾ തിരികെ വാങ്ങി. അതെ ചേട്ടാ, ഞാൻ പണസഞ്ചി വീട്ടിൽ വെച്ച് മറന്നുപോയതാ, അല്ലാതെ ഇല്ലാഞ്ഞിട്ടല്ല. ഐ എം സോറി. തൽക്കാലം നിങ്ങൾ 8 സ്വർണ്ണ നാണയത്തിന് എനിക്ക് ഈ പുഷ്പങ്ങൾ തന്നിട്ട് ബാക്കി പണം ഞാൻ പിന്നെ തന്നാ മതിയോ? കടക്കാരനെ എന്തു പറഞ്ഞ് വീഴ്ത്തുമെന്നറിയാതെ ചേതൻ പറഞ്ഞു. എങ്ങനെയൊക്കെ വന്നാലും ഈ ആദ്യത്തെ പുഷ്പം 30-40 സ്വർണ്ണ നാണയങ്ങൾക്ക് വിറ്റുപോകും. അത് വെറുതെ 8 സ്വർണ്ണ നാണയങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ എനിക്ക് വട്ടൊന്നുമില്ല. അതുമല്ല, ഞാൻ ഇതുവരെ ആർക്കും കടം കൊടുത്തിട്ടുമില്ല, ഇനിയൊട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് എന്റെ സമയം മെനക്കെടുത്താതെ നിങ്ങൾ പോകാൻ നോക്ക്. കടക്കാരൻ അവനെ വിരട്ടി. എന്താ ചേട്ടാ അത്? ഒരു സഹായമല്ലേ ചോദിച്ചോളൂ, ഞാൻ ഉടനെ തന്നെ പണം കൊണ്ട് തരുന്നതായിരിക്കും. ചേതൻ പോകാൻ തയ്യാറാകാതെ അവിടെ നിന്ന് അയാളുടെ അടുത്തു അപേക്ഷിച്ചു കൊണ്ടിരുന്നു. താൻ ഇവിടെ നിന്ന് പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് അയാൾ ഉച്ചത്തിൽ പോലീസിനെ വിളിച്ചു. കള്ളന്മാരുടെ ശല്യം കൂടുതലായ ഇടമായതുകൊണ്ട് ഈ മാർക്കറ്റിൽ ഓരോ കടയുടെയും 5 മീറ്റർ ചുറ്റളവിൽ പോലീസുകാർ സ്ഥിതി ചെയ്തിരുന്നു. പ്ലീസ്, നിങ്ങൾ പോലീസിനെ വിളിക്കരുത്. ഞാനിവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ആദ്യത്തെ പുഷ്പം അത്രയ്ക്കും ആവശ്യമായതുകൊണ്ടാണ്. നിങ്ങൾ 8 നാണയം എടുത്തിട്ട് എനിക്കത് തരണം പ്ലീസ്. ബാക്കി ഞാൻ എന്റെ ശമ്പളം കിട്ടിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും. ചേതൻ വീണ്ടും അപേക്ഷിച്ചു. അധ്യായം 30. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും താനിവിടെ എന്തു നോക്കി നിൽക്കുകയാണോ? കടക്കാരൻ ചേതനോട് ചോദിച്ചു. വെറും 8 നാണയത്തിന് ആദ്യത്തെ പുഷ്പം തരില്ലെന്ന് തീർത്തു പറഞ്ഞിട്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കുന്ന ചേതനെ അയാൾ ഒരു ഭ്രാന്തനെ പോലെ നോക്കി. ഒരു ചാൻസ് എനിക്ക് തരണം, അത് കഴിഞ്ഞാ നിങ്ങൾ എനിക്കത് ഉറപ്പായും വെറുതെ തരേണ്ടി വരും, ചേതൻ പറഞ്ഞു. ഇയാൾക്ക് ശരിക്കും വട്ട് തന്നെയാ, കടക്കാരൻ മനസ്സിൽ പറഞ്ഞു. എങ്കിലും ഒരു ചാൻസ് കൊടുത്താൽ അവൻ എന്താവും ഇനി ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ അയാൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ശരി, ഒരു ചാൻസ് അല്ലേ, ഞാൻ തരാം, അയാൾ പറഞ്ഞു. എന്നെ നിങ്ങളൊന്ന് പഞ്ച് ചെയ്യ്. ചേതൻ തന്റെ ആവശ്യം പറഞ്ഞതും. പഞ്ച് ചെയ്യാനോ? ഞാൻ എന്തിനാ തന്നെ പഞ്ച് ചെയ്യുന്നേ? അയാൾ അവനെ നോക്കി. നിങ്ങൾ എന്നെ നടിക്കേ, നിങ്ങൾക്ക് അതിന് പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ചേതൻ അയാളെ പ്രകോപിതനാക്കാനായി പറഞ്ഞു. അത് കേട്ടതും അയാളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. നിനക്ക് ഇത്ര അഹങ്കാരമോ? പാവമല്ലേ, ഒരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ എന്റെ അടുത്ത് തന്നെ നിനക്ക് അഹങ്കാരം കാണിക്കണോ? അയാൾ തന്റെ മുഷ്ടി ചുരട്ടി ചേതനെ ശക്തിയിൽ പഞ്ച് ചെയ്തു. ഇത്രയുള്ളൂ.
എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് നിസ്സാരമായി ചേതൻ ആ പഞ്ച് തടുത്തു. അയാൾ ഡോൺ 3 സ്റ്റേജിന്റെ ആരംഭ നിലയിലെ ഒരാളായിരുന്നു. അതിനാൽ ഡോൺ 5 നിലയിലുള്ള ചേതന് നിസ്സാരമായി അവനെ തടുക്കാൻ സാധിച്ചു. ചേതൻ തടുത്തത് കണ്ട് അവൻ ഉറപ്പായും ഡോൺ 3 സ്റ്റേജിന് മേലെയുള്ള ഒരാളാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഡോൺ 3 സ്റ്റേജിന് മേലെയുള്ള ഒരാൾക്ക് 50 സ്വർണ്ണ നാണയമൊക്കെ നിസ്സാരമാണ്. എന്നിട്ടും ഇവന്റെ കയ്യിൽ അതുപോലും ഇല്ലെന്ന് പറഞ്ഞ എന്തായിരിക്കും ഇവന്റെ യഥാർത്ഥ ഉദ്ദേശം? അയാൾ ചിന്തിച്ചു. ഇഫ് ഐ ആം റൈറ്റ്, നിങ്ങൾ റോയൽ സിറ്റിയിലെ ഹോപ്പ് വില്ലേജിൽ നിന്നും വരുന്ന ഒരാളാണ്, കറക്റ്റ് അല്ലേ? ചേതൻ അയാളോട് ചോദിച്ചു. ചേതനെ അടിക്കാൻ അയാൾ കൈ ഉയർത്തിയപ്പോഴേ അവന്റെ ഉള്ളിലെ ലൈബ്രറി അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ അവന് കാണിച്ചു കൊടുത്തിരുന്നു. ആ വിവരങ്ങൾക്ക് വേണ്ടിയായിരുന്നു ചേതൻ തന്ത്രപൂർവം ഇങ്ങനെ ചെയ്തത്. കടക്കാരൻ അവൻ പറഞ്ഞത് കേട്ട് ആശ്ചര്യത്തോടെ ഒരടി പിന്നിലേക്ക് വെച്ചു. നിങ്ങൾക്കിതെങ്ങനെ അറിയാം? അയാൾ ചോദിച്ചു. റോയൽ സിറ്റിയിൽ 80-ലധികം വില്ലേജുകളിൽ വളരെ ചെറിയൊരു വില്ലേജാണ് ഹോപ്പ്. എന്നിട്ടും ഇത്ര കറക്റ്റായി എങ്ങനെ ചേതൻ അത് കണ്ടുപിടിച്ചു എന്നുള്ള സംശയത്തിലായിരുന്നു കടക്കാരൻ. അത് വിട്, അതത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങളെ ഒരു 6 മാസം മുമ്പ് കാട്ടിൽ വെച്ചൊരു പാമ്പ് കടിച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അത് കഴിഞ്ഞതിൽ പിന്നെ നിങ്ങൾക്ക് പഞ്ച് ചെയ്യുമ്പോൾ അടിവയറ്റിൽ ഒരു വേദന വരാറുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചേതൻ ചോദിച്ചതും കടക്കാരന്റെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു. നിനക്കിതെങ്ങനെ? അയാൾ വിക്കലോടെ ചോദിച്ചു. 6 മാസം മുമ്പ് തന്നെ പാമ്പ് കടിച്ചതും അതിൽ പിന്നെ തനിക്ക് അനുഭവപ്പെടുന്ന ഈ വേദനയെയും കുറിച്ച് ആകെ അയാൾ പറഞ്ഞിട്ടുള്ളത് അയാളുടെ ഭാര്യയോട് മാത്രമാണ്. ചേതൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ആശ്ചര്യവും ഞെട്ടലും അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അയാളുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ച് താൻ പറഞ്ഞത് അത്രയും ശരിയാണെന്ന് ചേതൻ മനസ്സിലാക്കി. എന്താ ഞാൻ പറഞ്ഞത് ശരിയാണോ? ആണെങ്കിൽ ഈ ആദ്യത്തെ പുഷ്പം നിങ്ങൾ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ പോകുക എന്ന് കടക്കാരനോട് പറഞ്ഞ് പോകാനായി ചേതൻ തിരിഞ്ഞു നടന്നു. സാർ ഒരു മിനിറ്റ്, കടക്കാരൻ അവനെ തിരികെ വിളിച്ചു. അങ്ങനെ വഴിക്ക് വാ, ചേതൻ ചിന്തിച്ചു. എന്തേ? അവൻ ഒന്നും അറിയാത്ത പോലെ ഭാവിച്ച് അയാളോട് ചോദിച്ചു. നിങ്ങൾ ആരാണെന്നറിയില്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ വേദന സഹിച്ചാണ് നടക്കുന്നത്. ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, കടക്കാരൻ നിരാശയോടെ പറഞ്ഞു. പ്രതിവിധിയൊക്കെ വളരെ സിമ്പിളാണ്, ചേതൻ ലാഘവത്തോടെ പറഞ്ഞു. സിമ്പിളാണെന്നോ? അയാൾക്ക് വിശ്വസിക്കാനായില്ല. എന്നെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണ്. വളരെ എളുപ്പത്തിൽ ഇത് മാറ്റിയെടുക്കാം, ചേതൻ പറഞ്ഞു. സാറിന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. സാറിന്റെ ഈ പ്രശ്നം ശരിയാക്കി തന്ന ഈ ഒരു ആദ്യത്തെ പുഷ്പമല്ല, ഇവിടുള്ള മുഴുവൻ ഔഷധ സസ്യങ്ങൾ വേണമെങ്കിലും ഞാൻ തരാം എന്ന് തല കുനിച്ച് വിനയപൂർവ്വം കടക്കാരൻ പറഞ്ഞു. നിങ്ങളെ കടിച്ച പാമ്പ് തണുപ്പുള്ള സ്ഥലത്ത് വളരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓറ കോൾഡ് ഓറയാണ്. ആ ഓറ നിങ്ങളുടെ ശരീരത്തിൽ പടർന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അതിന് പരിഹാരമായി എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഒരു പ്രയോജനമില്ല. ചേതൻ പറഞ്ഞത് കേട്ടതും അതുവരെ പ്രതീക്ഷയോടെ നിന്ന അയാളുടെ മുഖം പെട്ടെന്ന് മങ്ങി. ഹേയ്, പേടിക്കാതെ. ഞാൻ പറഞ്ഞു വന്നത് മറ്റു മരുന്നുകളൊന്നും ഇതിന് ഫലപ്രദമാകില്ലെന്നാണ്. ഇതിനാകെയുള്ള മരുന്ന് ഇരിക്കുന്നത് ഇതേ വർഗത്തിൽപ്പെട്ട പാമ്പുകളുടെ പിത്തസഞ്ചിയിലാണ്. കോൾഡ് ഓറയുള്ള ഇവിടെ പിത്തസഞ്ചി വാമായിരിക്കും. അങ്ങനെ ഒരു പാമ്പിനെ കണ്ടെത്തി അതിന്റെ പിത്തസഞ്ചി കഴിച്ചാൽ നിങ്ങളുടെ പ്രശ്നം താനെ മാറിക്കോളും. ചേതൻ മാജിക് സ്കൂളിലെ ലൈബ്രറിയിൽ വെച്ച് വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നും ലഭിച്ച ഈ വിവരം അയാൾക്ക് പറഞ്ഞു കൊടുത്തു. പാമ്പിന്റെ പിത്തസഞ്ചി കഴിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ചേതന്റെ ഉള്ളിലെ ജഗൻ അറപ്പ് തോന്നിയെങ്കിലും മായിക ലോകത്ത് ഇതൊക്കെ സാധാരണമായൊരു കാര്യമാണ്. ഇത്രയും നാൾ ഈ പ്രശ്നത്തിന് ഒരു മരുന്ന് അന്വേഷിച്ച് നടന്നിട്ടും അതിനായുള്ള മരുന്ന് തന്നെ കടിച്ച പാമ്പിന്റെ ശരീരത്തിൽ തന്നെയായിരിക്കുമെന്ന് കടക്കാരൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എന്നിരുന്നാലും ചേതൻ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഒരു ചെറിയ സംശയം ആ കടക്കാരന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ സാറ് പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഇത്രയും നാൾ ഞാൻ എത്ര ഡോക്ടർമാരെ കണ്ടു, അവരാരും ഇങ്ങനെ ഒരു പരിഹാരത്തെ കുറിച്ച് പറഞ്ഞു തന്നില്ലല്ലോ. അയാൾ ഉള്ളിലുള്ള സംശയത്തെ മറച്ചു വെക്കാതെ ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു സംശയം ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ തന്നെ ആ പാമ്പിനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതിനെ വാങ്ങി എന്റെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ അതിന്റെ പിത്തസഞ്ചി കഴിച്ചു നോക്ക്. നിങ്ങൾക്ക് വല്ല മാറ്റവും സംഭവിക്കുകയോ ഇല്ലോന്ന് നോക്കാലോ, ചേതൻ അയാളോട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ചേതൻ പറഞ്ഞതുപോലെ ആ മാർക്കറ്റിൽ ആയുധങ്ങളും മരുന്നുകളും ഒക്കെ മാത്രമായിരുന്നില്ല, ഭക്ഷണത്തിനായും ഔഷധത്തിനായും ഒക്കെ ഉപയോഗിക്കുന്ന കാട്ടുമൃഗങ്ങളെയും ലഭിക്കുമായിരുന്നു. കടക്കാരനെ കടിച്ചിനത്തിലെ പാമ്പ് ഈ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുമെന്ന് ചേതൻ അറിയാമായിരുന്നു. ശരി, ഞാൻ വാങ്ങിയിട്ട് വരാം, സാർ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ്
കടക്കാരൻ ആ പാമ്പിനെ വാങ്ങാനായി പോയി. കുറച്ചു കഴിഞ്ഞതും അയാൾ ആ പാമ്പിനെ ഒരു കൂട്ടിലാക്കി കൊണ്ടുവന്നു. അയാൾ ആ കൂട്ടിൽ നിന്ന് ആ പാമ്പിനെ പുറത്തെടുത്തു. അതിന്റെ വയർ കത്തികൊണ്ട് കീറി അതിന്റെ പിത്തസഞ്ചി പുറത്തെടുത്ത് അത് ഭക്ഷിച്ചു. അത് കഴിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് തന്റെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയാൻ സാധിച്ചു. ഒരു പുത്തനുണർവ് അയാളുടെ ശരീരത്തിൽ പ്രതിഫലിച്ചു. സന്തോഷം കൊണ്ട് അയാളുടെ മുഖം തെളിഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീർ ഒഴുകി. അയാൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ചേതന്റെ കാലിൽ വീണു. സാർ പറഞ്ഞത് ശരിയാണ്. എന്റെ ഉള്ളിലുള്ള വേദന കുറഞ്ഞു വരുന്നത് എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. സാറിന് വേണ്ടി എന്ത് വേണമെങ്കിലും എന്റെ കടയിൽ നിന്ന് എടുത്തോ. അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹേയ്, എഴുന്നേക്ക്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാലിൽ വീണ് കരഞ്ഞ കടക്കാരനെ അവൻ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്കൊരു ചാൻസ് തന്നാ താൻ എനിക്ക് ഫ്രീ ആയിട്ട് ഈ പുഷ്പങ്ങൾ തരാൻ തയ്യാറാവുമെന്ന്. പെട്ടിയിലെ ആദ്യത്തെ പുഷ്പങ്ങളെ ഒതുക്കി തന്റെ കയ്യിൽ എടുത്തുകൊണ്ട് ചേതൻ പറഞ്ഞു. പണത്തിന് പകരം ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ സാറയ്ക്ക് വേണ്ടി അവൻ ആദ്യത്തെ പുഷ്പം സ്വന്തമാക്കി. സോറി സാർ, സാറിനെ കുറിച്ച് അറിയാതെയാണ് ഞാൻ മോശമായി സംസാരിച്ചത്. കടക്കാരൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അത് സാരമില്ല, ഒരു സെറ്റൊക്കെ ആർക്കും പറ്റും. ശരിയെന്നാ, ഞാൻ പോകുക. ആദ്യത്തെ പുഷ്പമുള്ള ആ പെട്ടിയും എടുത്ത് ചേതൻ അവിടെ നിന്നും ഇറങ്ങി. പുറത്തിറങ്ങിയതും അവിടെ ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്നത് ചേതൻ കേട്ടു. അങ്ങോട്ട് നോക്ക്, ദേ ശങ്കരല്ലേ വരുന്നത്, ഇനി നമ്മൾ പൊളിക്കും. ഈ മാർക്കറ്റിൽ നല്ലതും ചീത്തയും കണ്ടുപിടിക്കാൻ ശങ്കറിന് കഴിഞ്ഞ ആളുള്ളൂ. അതെ, അദ്ദേഹം കാണിച്ചു തരുന്ന വസ്തുക്കൾ എപ്പോഴും വളരെ വിലമതിപ്പുള്ളതായിരിക്കും. അദ്ദേഹം പറയുന്നത് കേട്ട ആർക്ക് വേണമെങ്കിലും പണക്കാരനാവാം. ആളുകളുടെ മുഖത്തെ ഉത്സാഹം കണ്ട് ചേതന് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇതെന്താ സംഭവം? എല്ലാരും എന്താ കൂടി നിൽക്കുന്നേ? ചേതൻ കടക്കാരനോട് ചോദിച്ചു. കണ്ടില്ലേ, അത് ശങ്കർ വന്നിട്ടാണ്. കടക്കാരനും ഉത്സാഹത്തോടെ പറഞ്ഞു. ശങ്കർ? അതാരാ? ഒരാൾ മാർക്കറ്റിലേക്ക് വരുന്നതിന് മറ്റുള്ളവർ എന്തിനാ ഇത്ര ബഹളം വെക്കുന്നേ? ഈ ശങ്കർ അത്ര വലിയ സംഭവമാണോ? ചേതൻ സംശയത്തോടെ ചോദിച്ചു. ശങ്കർ ഒരു സംഭവമാണെന്ന് ആർക്കറിയാതെ? അദ്ദേഹത്തെ പോലെ ഒരു വസ്തുവിന്റെ മതിപ്പ് ഗണിച്ച് പറയാൻ വേറെ ആളില്ല. കടക്കാരൻ പറഞ്ഞു. ഒരു വസ്തുവിന്റെ വില ഗണിച്ച് പറയുന്നത് ഇത്ര വലിയ സംഭവമാണോ? ചേതൻ സംശയത്തോടെ ചോദിച്ചു. അതേലോ, വസ്തുക്കളുടെ വില ഗണിച്ച് പറയുന്നത് ഒരു ഫൈറ്ററെയും കൊല്ലനെയും ഒക്കെ പോലെ അത്ര വലിയ ജോലിയൊന്നും അല്ലെങ്കിലും ഈ മാർക്കറ്റിൽ ഇങ്ങനെയുള്ളവർക്ക് വലിയ മതിപ്പാണ്. ഒരു കല്ല് കണ്ടാൽ പോലും അത് വെറും ഒരു കല്ലാണോ അതോ അതിലൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. കടക്കാരൻ പറഞ്ഞത് കേട്ട് വീണ്ടും സംശയത്തോടെ നിൽക്കുന്ന ചേതനെ കണ്ടതും അയാൾ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു. ഈ ലോകത്തിൽ കല്ലിലും മണ്ണിലും ഇലയിലുമൊക്കെയായി ഒരുപാട് വിലമതിപ്പുള്ള നിധികൾ ഒളിച്ചിരിപ്പുണ്ടാവും. അവയെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവയെ ഒരുക്കി അവയുടെ ഉള്ളിലെ നിധി പുറത്തെടുത്ത് അതിന്റെ വില നിശ്ചയിക്കുന്നത് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ അതൊരു കല്ലിന്റെ രൂപത്തിലിരിക്കുമ്പോൾ അതിന്റെ മതിപ്പ് പറയാൻ കഴിയുക അത്ര എളുപ്പമല്ലല്ലോ. ഇവിടെ അങ്ങനെയുള്ള കല്ലും മണ്ണുമൊക്കെ ലേലത്തിൽ വിൽക്കുന്ന ഇടമുണ്ട്. ശരിക്കു പറഞ്ഞ ഒരു ചൂതാട്ടം പോലെയാണിത്. ഭാഗ്യമുള്ളവർക്ക് നിധി കിട്ടും, അല്ലാത്തവർക്ക് നഷ്ടം മാത്രം. ശങ്കറിനെ പോലുള്ളവർ ഈ കല്ലിന്റെയും മണ്ണിന്റെയും ഒക്കെ വില ഗണിച്ച് പറയും. അതിൽ ശങ്കർ പറയുന്നത് എപ്പോഴും കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ഇത്ര മതിപ്പ്. കടക്കാരൻ ശ്വാസം വിടാതെ പറഞ്ഞു നിർത്തി. ഇൻട്രസ്റ്റിംഗ്. ചേതൻ തന്റെ പുരികം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇതിപ്പോ കേട്ട സാറിന് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ ഇതുപോലുള്ള വസ്തുക്കളെ വാങ്ങാൻ വരുന്നവരുടെ അവസ്ഥ പറയാനുണ്ടോ? ശങ്കർ പറയുന്നത് എത്ര വില കൊടുത്താണെങ്കിലും ആളുകൾ കണ്ണുമടച്ചു വാങ്ങും. കടക്കാരൻ ഉത്സാഹത്തോടെ പറഞ്ഞു. സാറിനറിയോ, ആദ്യം അദ്ദേഹം ഇവിടെ വന്നപ്പോ പുറം നാട്ടുകാരനായതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വലിയ മതിപ്പ് കൊടുത്തില്ല. പക്ഷേ ഒരു ദിവസം ഇവിടെയുള്ള ഒരുവൻ ശങ്കർ എത്ര വാങ്ങരുതെന്ന് പറഞ്ഞിട്ടും 1000 സ്വർണ്ണ നാണയം കൊടുത്തൊരു വൈൻ ബോട്ടിൽ വാങ്ങി. പിന്നെയാ മനസ്സിലായത് ആ വൈന് 100 സ്വർണ്ണ നാണയങ്ങൾ പോലും വിലയില്ലെന്ന്. പിന്നെ ഒരു ദിവസം അദ്ദേഹം 800 സ്വർണ്ണ നാണയം കൊടുത്ത് ഒരാളോട് ഒരു കരിങ്കല്ല് വാങ്ങാൻ പറഞ്ഞു. പക്ഷേ അയാളത് വാങ്ങിയില്ല. അവസാനം ശങ്കർ തന്നെ അത് വാങ്ങി. അത് ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ വസ്തുവിൽ നിന്നും ആയുധം പണിയാൻ ഉപയോഗിക്കുന്ന വിലപ്പെട്ട ലോഹം കണ്ടുപിടിച്ചു. അതും മുടക്കിയ പൈസയേക്കാൾ 10 മടങ്ങ് മൂല്യമുള്ളത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങള്. ഇപ്പോ അദ്ദേഹം ഒരു ദിവസം ഒരാൾക്ക് മാത്രം എന്ത് വസ്തു വാങ്ങണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും ഒരു ഭാഗ്യശാലി അതുവഴി പണക്കാരനാവും. ഇന്ന് ആരെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്നറിയാനാ ആളുകൾ ഇത്രയും ഉത്സാഹത്തോടെ അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കുന്നത്. കടക്കാരൻ
ആ വലിയ കഥ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അത് അത്ര നിസ്സാരമായ കാര്യമല്ല, ചേതൻ പറഞ്ഞു. അപ്പോഴാണ് അവനിൽ ഒരു ബുദ്ധി ഉദിച്ചത്. ചേതന്റെ ഉള്ളിലുള്ള ഇൻവിസിബിൾ ലൈബ്രറി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഒന്ന് തൊട്ടാൽ തന്നെ അവൻ അതിന്റെ വില അറിയാൻ സാധിക്കും. എന്തുകൊണ്ട് അത് ഉപയോഗിച്ച് തനിക്ക് പണക്കാരനായിക്കൂടാ? ചേതൻ ചിന്തിച്ചു. ശേഷം വിലമതിപ്പുള്ള വസ്തുക്കളെ ഇൻവിസിബിൾ ലൈബ്രറി ഉപയോഗിച്ച് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ അവൻ തീരുമാനിച്ചു. അധ്യായം 31. മാർക്കറ്റിൽ നിന്നും വിലമതിപ്പുള്ള വസ്തുക്കളെ ഇൻവിസിബിൾ ലൈബ്രറി ഉപയോഗിച്ച് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ചേതൻ തീരുമാനിച്ചു. തുച്ഛമായ വരുമാനമുള്ള അവന് വസ്തുക്കൾ ലേലത്തിലെടുത്ത് അതിൽ നിന്നും പണം സമ്പാദിച്ചാൽ അത് വെച്ച് തന്റെ ആവശ്യങ്ങൾ നടത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ലേലം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കടക്കാരനോട് ചോദിച്ചു മനസ്സിലാക്കി ചേതൻ അവിടം ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ആ ലേലം നടക്കുന്ന സ്റ്റേജിന്റെ അടുത്ത് എത്തിച്ചേർന്നു. അവിടെ പല വിധത്തിലുള്ള വസ്തുക്കൾ വെവ്വേറെയായി തിരിച്ചു വെച്ചിരുന്നു. അവയെല്ലാം ചളി കൊണ്ട് മൂടിയിരുന്നതിനാൽ അവ എന്താണെന്നോ അതിന്റെ രൂപം എന്താണെന്നോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വെറുതെ ആ വസ്തുക്കൾ കണ്ടതുകൊണ്ട് മാത്രം അവന് അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ചേതന് മനസ്സിലായി. തൊട്ടുനോക്കിയാൽ ഇൻവിസിബിൾ ലൈബ്രറിക്ക് വല്ലതും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാൻ ചേതൻ അടുത്ത് കണ്ട ഒരു മനുഷ്യന്റെ തലയുടെ രൂപത്തിലിരിക്കുന്ന ഒരു വസ്തുവിനെ തൊട്ടുനോക്കി. അവന്റെ ഉള്ളിലെ ഇൻവിസിബിൾ ലൈബ്രറിയിൽ ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടു. അതിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഓർണമെന്റൽ വേസ്. 1. ഡോൺ 1 സ്റ്റേജിലുള്ള ശില്പിയാൽ രൂപം കൊണ്ടത്. 2. ഒരുപാട് ചെറിയ വിള്ളലുകൾ ഉള്ളത് കൊണ്ട് വേഗം പൊട്ടിപ്പോകാൻ സാധ്യത. യെസ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇൻവിസിബിൾ ലൈബ്രറി എന്നെ ഹെൽപ്പ് ചെയ്യും. ഇത് മതി, ഇത് മാത്രം മതി. ഇത് വെച്ച് പണക്കാരനായിട്ട് വേണം ഒരു വെലസാൻ. മുന്നിലുള്ള എന്ത് വസ്തുവും ചേറിൽ മൂടി വിരൂപമായി ഇരിക്കുകയാണെങ്കിൽ പോലും അതിനെ ഒന്ന് തൊട്ടാൽ അവൻ അതിന്റെ വില മനസ്സിലാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ചേതന് ആവേശമായി. അവൻ ഉത്സാഹത്തോടെ മുന്നിൽ നിർത്തിയ ഓരോ വസ്തുക്കളെയും തൊട്ടുനോക്കാൻ തുടങ്ങി. അവിടെയുള്ള ഒട്ടുമിക്ക വസ്തുക്കളും ഉപയോഗശൂന്യമായ വസ്തുക്കളാണെന്ന് മാന്ത്രിക ലൈബ്രറി അവനെ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ഒരു വിലയുമില്ലാത്ത സാധനങ്ങളാണല്ലോ. വെറുതെയാണോ ഈ ലേലം വിളിക്കുന്നവന്മാർ ഇത്ര സമ്പന്നരാവുന്നത്? അതിൽ നിന്ന് നിധി കിട്ടുമെന്ന് പറഞ്ഞ് ഒരു വിലയുമില്ലാത്ത വസ്തുക്കൾ വരെ ആളുകൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകും. ചുമ്മാതല്ല ശങ്കറിനെ പോലുള്ളവർക്ക് ഇവിടെ ഇത്ര മതിപ്പ്. ചേതൻ ചിന്തിച്ചു. ശങ്കർ, എനിക്ക് വേണ്ടി ഒന്ന് ഗണിച്ചു പറഞ്ഞു തരാമോ? ശങ്കർ സാർ, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എത്ര പണം വേണമെങ്കിലും തരാം. ശങ്കർ പ്ലീസ്. ഇങ്ങനെ ആളുകൾ ശങ്കറിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി അയാളെ വിളിച്ചുകൊണ്ടിരുന്നു. ഈ ബഹളം കേട്ട് അവിടെയുള്ള വസ്തുക്കൾ നോക്കിക്കൊണ്ടിരുന്ന ചേതൻ ശങ്കറിനെ നോക്കി. അയാൾക്ക് ചുറ്റും ആൾക്കാർ വട്ടം കൂടി തിക്കും തിരക്കും ഉണ്ടാക്കുകയായിരുന്നു. ശങ്കർ കാണാൻ അല്പം പ്രായമുള്ള ഒരാളായിരുന്നു. അയാളുടെ വെളുത്ത താടിയും മുടിയും അയാളുടെ പ്രായത്തെ എടുത്തു കാട്ടി. എന്നിരുന്നാലും അയാളുടെ ചർമ്മം തിളക്കമുള്ളതും ചുളിവുകൾ ഇല്ലാത്തതുമായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള ആളുകൾ അയാളുടെ മുഖത്ത് പോലും നോക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ശങ്കർ സാർ, എന്നൊന്ന് സഹായിച്ചാൽ മാത്രം മതി. പിന്നെ ഈ സ്ത്രീകൾ എല്ലാ സാറിന്റെ അടിമകളായിരിക്കും എന്ന് പറഞ്ഞ് ഒരാൾ ഒരു കൂട്ടം സ്ത്രീകളെ ആ സ്റ്റേജിന് മുന്നിലേക്ക് തള്ളിയിരുന്നത് കണ്ട് ചേതൻ ഞെട്ടി നിന്നു. എന്തതിക്രമമാണ് ഇവിടെ നടക്കുന്നത്? അവൻ ചിന്തിച്ചു. ശങ്കർ ലേലം നടക്കുന്നതിന്റെ തൊട്ടടുത്തായുള്ള ഒരു സ്റ്റേജിൽ കയറി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങളിൽ നിന്ന് 5 പേർക്ക് എന്ത് സാധനങ്ങൾ വാങ്ങണമെന്ന് വഴി കാട്ടാം. ആരും വെറുതെ തിരക്ക് കൂട്ടി വഴക്കുണ്ടാക്കരുത്. ഞാൻ ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ളത് അവരവരുടെ തലവര പോലിരിക്കും. ആർക്കാണോ ഭാഗ്യമുള്ളത് അവരെ ഐശ്വര്യം തേടി വരും. ശങ്കർ തന്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ശങ്കർ സാർ, കുറച്ച് നാളുകൾ കൂടി ഇവിടെ തങ്ങിക്കൂടെ? എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നത്? സാറുള്ളത് ഞങ്ങൾക്ക് വലിയ സഹായമാണ്. ശങ്കർ പോകുന്നത് ഉൾക്കൊള്ളാനാവാതെ ചിലർ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ചോദിച്ചു. പലരുടെയും മുഖത്ത് ആശങ്ക നിറഞ്ഞു. ഈ നാട്ടിൽ ശങ്കറിനെ പോലെ ഉള്ളവരില്ല എന്നുള്ളത് കൊണ്ട് അയാൾ പോകുന്നു എന്ന വാർത്ത പലരെയും വിഷമിപ്പിച്ചു. എനിക്ക് തിരിച്ചു പോയിട്ട് വേറെയും ഒരുപാട് ജോലിയുണ്ട്, ശങ്കർ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറയുമ്പോൾ അയാൾ എന്തോ ചിന്തയിൽ ആഴ്ന്നിരുന്നു. അയാളുടെ മനസ്സിന്റെ ഗതി മുഖത്ത് പ്രതിഫലിച്ചു തുടങ്ങിയതും അയാൾ വേഗം തന്നെ അത് മറച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോയേ മതിയാവും. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത്രയും അപേക്ഷിച്ച സ്ഥിതിക്ക്
ഞാനിന്ന് 5 അല്ല, പകരം 10 പേരെ സെലക്ട് ചെയ്യാം. അതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്. ഇപ്പോൾ തന്നെ 5 പേരെ അധികം എടുത്തത് നിങ്ങളുടെ വിഷമം കണ്ടിട്ടാണ്. 10 പേരോ? ശങ്കർ സാർ ഇല്ലെങ്കിലും കരുണയുള്ളവനാ. ഞാൻ കുറെ നാളുകളായി സാറിനെ കാണാൻ വരുന്നു. ഇന്നെങ്കിലും ആ 10 പേരിൽ ഒരാളെ എന്നെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം, എന്നെ സെലക്ട് ചെയ്യണം പ്ലീസ് എന്നൊക്കെ ആൾക്കൂട്ടത്തിൽ നിന്നും ആരൊക്കെയോ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി. ശങ്കർ വഴികാട്ടിയവരെല്ലാവരും പണക്കാരായി മാറുന്നത് കൊണ്ട് ആളുകൾ എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ശാന്തമായിരിക്കൂ. നിങ്ങളിൽ ആരാണ് ആ 10 പേരെന്ന് ഞാൻ തിരഞ്ഞെടുക്കും. പക്ഷേ അത് നിങ്ങളുടെ പണത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കില്ല. എനിക്ക് നിങ്ങളുടെ പണത്തിന്റെ ആവശ്യമില്ല. പണത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാതെ എനിക്ക് തന്നെ ആ വസ്തുക്കൾ വാങ്ങിയാ പോരെ എന്ന് ശങ്കർ ചോദിച്ചതും ആൾക്കൂട്ടം ആകെ നിശബ്ദമായി. ശങ്കർ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ആ ആൾക്കൂട്ടത്തിലെ എല്ലാവരും ഒരുപോലെ വിശ്വസിച്ചു. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും തരുന്നുണ്ട്. ആ സ്നേഹത്തിനും ബഹുമാനത്തിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്, അല്ലാതെ പണത്തിന് വേണ്ടിയല്ല. പണം എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷേ നല്ല ബന്ധങ്ങൾ സമ്പാദിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇവിടെ പണത്തെക്കുറിച്ച് സംസാരിച്ചാലും അവരെ ഞാൻ ഇനി സെലക്ട് ചെയ്യുകയില്ല. ശങ്കർ തന്റെ കൈ പിന്നിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. സർ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങയുടെ മനസ്സിന് മുമ്പിൽ ഞങ്ങളൊന്നുമല്ല. ഞാനിതുവരെ ആരുടെയും മുമ്പിൽ ക്ഷമ ചോദിച്ച് തല കുനിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പൊ സാറിന് മുമ്പിൽ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കൂട്ടത്തിലെ പലരും ആത്മാർത്ഥമായി തന്നെ മാപ്പ് ചോദിക്കാൻ തുടങ്ങി. അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച ചേതന് ചിരി വന്നു. എന്തൊരു നാടകീയത! ഇതൊക്കെ ഉള്ളിൽ തട്ടി പറയുന്നതാണോ എന്തോ. ആ കാര്യം കാണാൻ കഴുതക്കാരൻ പിടിക്കണമെന്നല്ലേ. നോക്കട്ടെ ഏതുവരെ പോകുമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും മൂല്യമുള്ളവ ആവണമെന്നില്ല. ഞാനൊരു ഊഹത്തിന്റെ പുറത്താണ് അവ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതെപ്പോഴും ശരിയാകണമെന്നില്ല. എന്നിരുന്നാലും എനിക്ക് എന്റെ ഊഹത്തിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ തുടരുക എന്ന് ആൾക്കൂട്ടത്തെ നോക്കി ശങ്കർ പറഞ്ഞു. അതെ, സാറ് പറഞ്ഞ ശരിയാണ്. എപ്പോഴും ഊഹം ശരിയായി വരണമെന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് സാറിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ ആൾക്കൂട്ടത്തിൽ നിന്നും ജനങ്ങൾ പറയാൻ തുടങ്ങി. ഇയാൾക്ക് ഈ നാട്ടുകാരൊക്കെ കൊടുക്കുന്ന ബിൽഡപ്പ് അനുസരിച്ച് ഇയാള് വല്ലതും ചെയ്താൽ മതിയായിരുന്നു. ചേതൻ നെടുവീർപ്പിട്ടു. ശരി, ഇപ്പോൾ ആരാണ് ആദ്യം വരാൻ പോകുന്നതെന്ന് പറ, ശങ്കർ ചോദിച്ചു. ഞാൻ ഞാൻ എന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് പലരും ശങ്കറിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി ഉച്ചത്തിൽ അലറി. ശരി, നീ, ശങ്കർ ആ കൂട്ടത്തിൽ ഒരാളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾക്ക് ശങ്കർ തന്നെ തിരഞ്ഞെടുത്തത് വിശ്വസിക്കാനായില്ല. എന്ത്, നിങ്ങൾ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്? അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, നിന്നെ തന്നെയാണ്, ശങ്കർ പറഞ്ഞു. അത് കേട്ടതും അയാൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി. ഒരുപാട് നന്ദി സാർ. അയാൾ ശങ്കറിന്റെ മുമ്പിൽ വന്നു നിന്ന് അയാളെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഒരു വിജയീ ഭാവത്തിൽ ആൾക്കൂട്ടത്തെ നോക്കി ചോദിച്ചു. സാർ, ഞാൻ എന്താ വാങ്ങേണ്ടത്? അയാൾ ആവേശത്തോടെ ചോദിച്ചു. പറയാം എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി ഗൗരവത്തോടെ ശങ്കർ അവിടെയുള്ള വസ്തുക്കളെല്ലാം സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി. എല്ലാവരും അത് കണ്ട് ശങ്കർ ഏതായിരിക്കും തെരഞ്ഞെടുക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. ശങ്കർ തന്റെ കൈകൾ ഉയർത്തി എന്തോ ചെയ്യുന്നത് പോലെ അവ വായുവിൽ കറക്കി. പെട്ടെന്ന് അയാളുടെ ശരീരം ഒന്ന് നടുങ്ങി. അയാളുടെ മുഖത്ത് പ്രകാശം നിറഞ്ഞു. ശങ്കർ താൻ നേരത്തെ സെലക്ട് ചെയ്ത ആളുടെ നേരെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു. നീ ഈ വസ്തു വാങ്ങിക്കോ. എന്റെ ഊഹം വെച്ച് ഇത് വളരെ മൂല്യമേറിയ ഒന്നാണ്. ശങ്കർ ഒരു വസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇതാണോ സാർ എന്ന് ചോദിച്ച് അയാൾ ആ വസ്തുവിന് നേരെ ഓടിച്ചെന്നു. ആ വസ്തു പൂഴിമണ്ണും ചീറും കൊണ്ട് നിറഞ്ഞൊരു വലിയ തൂണ് പോലെയായിരുന്നു ഇരുന്നിരുന്നത്. അതിനെ കണ്ടാൽ അതിനെ ആ ചേരിൽ നിന്നും ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ നാളുകളാകുമെന്ന് തോന്നിപ്പോകും. അത് തന്നെ, ശങ്കർ ഒന്നുകൂടി ഉറപ്പിനായി പറഞ്ഞു. മാസ്റ്റർ പറഞ്ഞ പിന്നെ അത് ഞാൻ വാങ്ങാതിരിക്കോ എന്ന് പറഞ്ഞ് അയാൾ അടുത്തു നിന്ന വ്യാപാരിയോട് ആ വസ്തുവിന്റെ വില ചോദിച്ചു. 50,000 സ്വർണ്ണ നാണയങ്ങൾ, വ്യാപാരി അയാളോട് പറഞ്ഞു. എന്ത്, 50,000 സ്വർണ്ണ നാണയങ്ങളോ? അയാൾ ഞെട്ടലോട് ചോദിച്ചു. ഒരു പണക്കാരനായ ആൾക്ക് പോലും 50,000 സ്വർണ്ണ നാണയങ്ങൾ വലിയൊരു തുക തന്നെയാണ്. ഏറ്റവും ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന ശിവന്യെ പോലുള്ള ടീച്ചറുടെ ശമ്പളം പോലും വർഷം 12,000 സ്വർണ്ണ നാണയങ്ങളായിരുന്നു.
അവർക്ക് പോലും വർഷങ്ങൾ ജോലി ചെയ്താൽ മാത്രമേ ഇത്രയും പണം സമ്പാദിക്കാനാവുകയുള്ളൂ. വില കേട്ട് നടുങ്ങി നിൽക്കുന്ന അയാളെ കണ്ട് ആളുകൾ പറഞ്ഞു, എന്താ ആലോചിക്കുന്നത്? ധൈര്യമായി വാങ്ങിച്ചോ. ശങ്കർ സാർ പറഞ്ഞല്ലേ, ധൈര്യമായി തന്നെ വാങ്ങിച്ചോളൂ. നിനക്ക് വേണ്ടി പറ, ഞാനത് വാങ്ങാം. സാറ് പറഞ്ഞല്ലേ, പേടിക്കാതെ വാങ്ങിക്കോളൂ. ഇപ്പൊ നീ 50,000 സ്വർണ്ണ നാണയങ്ങൾക്ക് വാങ്ങിയതിന്റെ വില പിന്നീട് ലക്ഷങ്ങളായി മാറിയേക്കാം. അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് പലരും പലതും പറഞ്ഞു. അവസാനം അതെല്ലാം കേട്ട് അയാൾ അത് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ശരി, ഞാനിത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അയാൾ മുന്നോട്ട് ചെന്ന് തന്റെ കയ്യിലെ പണമെടുത്ത് വ്യാപാരിക്ക് നൽകി. ശങ്കർ ആൾക്കൂട്ടത്തെ നോക്കി, അടുത്തത് ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ 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 എന്ന് പലരും കൂട്ടത്തിൽ നിന്ന് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി. എന്തിന്, വിൽപ്പനക്കാർ വരെ ശങ്കർ അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൈ ഉയർത്തി നിൽക്കുന്നത് ചേതൻ ശ്രദ്ധിച്ചു. ശങ്കർ ആ ആൾക്കൂട്ടത്തിൽ നിന്നും വീണ്ടും ഒരാളെ തിരഞ്ഞെടുത്തു. അയാൾ വില കൂടിയ ഒരു പട്ടുവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അയാളുടെ പ്രായത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അയാളുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടായിരുന്നു. അയാളുടെ വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ അയാൾ ഒരു പണക്കാരനാണെന്നുള്ളത് വ്യക്തമായിരുന്നു. ശങ്കർ അയാൾക്ക് കാണിച്ചു കൊടുത്ത വസ്തുവിന്റെ വില 80,000 സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അതെപ്പോഴും ലേലം വെക്കുന്ന വസ്തുക്കളുടെ വിലയേക്കാൾ ഏറെ അധികമായിരുന്നെങ്കിൽ കൂടിയും അയാൾ ഒന്നും പറയാതെ തന്നെ പണമടച്ച് അത് വാങ്ങി. ഇത് കണ്ട ചേതൻ അതിശയത്തോടെ മനസ്സിൽ പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ കണ്ട വസ്തുവല്ലേ? അത് ഡോൺ 1 നിലയിലുള്ള ശില്പി ഉണ്ടാക്കിയ ഒന്നല്ലേ? അതിന് ഒരു സ്വർണ്ണ നാണയം തന്നെ കൂടുതലാണ്. പിന്നെയാണ് 80,000 സ്വർണ്ണ നാണയങ്ങൾ. അവന്റെ ഉള്ളിൽ ആകെ സംശയം നിറഞ്ഞു. ആ, ചിലപ്പോ ശങ്കറിന്റെ ഊഹം തെറ്റിയതാവും എന്ന് വിചാരിച്ച് ചേതൻ അയാളെ നോക്കി. ചേതന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി തുറന്നു. അതിൽ നിന്ന് ഒരു പുസ്തകം വന്ന് അവന്റെ മുന്നിൽ തെളിഞ്ഞു. ആ പുസ്തകത്തിൽ ശങ്കറിന്റെ പേര് എഴുതിയിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ശങ്കർ ഇപ്പോ അയാളുടെ ശക്തി വല്ലതും ഉപയോഗിച്ചു? ചേതൻ സംശയത്തോടെ ചിന്തിച്ചു. കാരണം മാന്ത്രിക ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരാളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ അയാളുടെ പവർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചേതൻ അത് ആഗ്രഹിക്കണം. ഇത് രണ്ടും ചെയ്യാതെ മാന്ത്രിക ലൈബ്രറിയിൽ ഒരാളുടെ വിവരം വെറുതെ തെളിഞ്ഞു വരാറില്ലെന്ന് അവൻ ഓർത്തു. ചേതൻ ശങ്കറിന്റെ പേരിലുള്ള പുസ്തകം തുറന്നു വായിക്കാൻ തുടങ്ങി. അത് വായിക്കുന്തോറും അവന്റെ മുഖഭാവം മാറി. അവനൊരു പ്രത്യേക ഭാവത്തോടെ ശങ്കറിനെ വീക്ഷിച്ചു. 32. ശങ്കർ അയൽ രാജ്യത്തിന്റെ ചാരൻ, കോൺസ്പിറേറ്റർ എന്നറിയപ്പെടുന്നു. സ്ത്രീ വിഷയത്തിൽ കുപ്രസിദ്ധിയാർന്നവൻ. കഴിവുകൾ: 1. വശീകരണ ശക്തി. 2. മയക്കുന്ന വാക്കുകൾ കൊണ്ട് ആൾക്കാരെ വീഴ്ത്തി അവരെ ചതിക്കാൻ മിടുക്കൻ. കുറവുകൾ: 1. മറ്റു രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ. എന്നിങ്ങനെ ശങ്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അക്കമിട്ട് നിർത്തിയിരുന്നു. ഇത് കണ്ട ചേതൻ ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്നറിയാതെ മൂക്കത്ത് വിരല് വെച്ച് നിന്നുപോയി. ഒരു പണ്ഡിതനെ പോലെ എല്ലാവരും കണ്ട് ബഹുമാനിച്ചിരുന്ന ഒരാൾ ഇത്രയും വലിയ കള്ളനായിരുന്നു. അവൻ ചിന്തിച്ചു. അയാളുടെ സംസാര രീതിയും മറ്റും കണ്ട് ചേതൻ വരെ അയാൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു പോയിരുന്നു. ശങ്കർ ഇതൊറ്റയ്ക്ക് ചെയ്യുന്നതാവാൻ യാതൊരു സാധ്യതയുമില്ല. ഇവിടെയുള്ള വ്യാപാരികളും അയാൾക്ക് കൂട്ടായിരിക്കണം. വ്യാപാരികൾ മാത്രമല്ല, ജനങ്ങൾക്കിടയിലും ഇയാളുടെ ആളുകൾ ഉണ്ടായിരിക്കണം. അവരായിരിക്കും ജനങ്ങൾക്കിടയിൽ ഇയാളെക്കുറിച്ച് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തത്. ചേതൻ ചിന്തിച്ചു. ചേതൻ അയാളെക്കുറിച്ചുള്ള സത്യം മനസ്സിലായെങ്കിലും അത് ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചില്ല. കാരണം അതിനുള്ള യാതൊരുവിധ തെളിവും അവന്റെ കയ്യിൽ ഇല്ല. അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയാണ് അവനിതെല്ലാം പറഞ്ഞു തന്നതെന്ന് പുറത്തു പറയാൻ സാധിക്കില്ലല്ലോ. ശങ്കറിന്റെ മുഖം മൂടി വലിച്ചു കീറണമെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ചേതൻ. അതുമാത്രമല്ല, ജനങ്ങൾക്ക് ശങ്കറിനോടുള്ള വിശ്വാസം തകർക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. യാതൊരു തെളിവുകളുമില്ലാതെ ശങ്കറിനെ കുറ്റപ്പെടുത്തിയാൽ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കുന്നത് അവനെയല്ല തന്നെയായിരിക്കുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. വെറുതെ എന്തിനാ നാട്ടുകാരെ അടി വാങ്ങിക്കൂട്ടുന്നത്? ഇവൻ പക്ക ഫ്രോഡാണ്. പക്ഷേ ഇതെങ്ങനെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? പറ്റിക്കപ്പെടാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം പറ്റിക്കാനും ആളുകൾ ഉണ്ടാവും. അതിനിപ്പോ എനിക്കെന്താ, വല്ല നല്ല ഐറ്റംസും കിട്ടുമെന്ന് നോക്കി അതും വാങ്ങി വീട്ടിൽ പോകാൻ നോക്കാം, ചേതൻ മനസ്സിൽ പറഞ്ഞു. അവൻ വീണ്ടും തന്റെ മുമ്പിലുള്ള ഓരോ വസ്തുക്കളെയും നോക്കാൻ തുടങ്ങി. താല്പര്യമുള്ളതെല്ലാം അവൻ തൊട്ടുനോക്കി. തൊടുന്നതിനനുസരിച്ച് ആ വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവന് മനസ്സിലായിക്കൊണ്ടിരുന്നു. ചേതൻ തൊടുന്ന വസ്തുവിന്റെ വില എന്താണെന്ന് പുസ്തകത്തിലില്ലെങ്കിൽ പോലും അതിന്റെ ഉപയോഗങ്ങളും മേന്മയും നോക്കി ഒരു ഊഹത്തിൽ അതിനെ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അങ്ങനെ തൊട്ട് 10-50 വസ്തുക്കളിൽ കൂടിയും കടന്നുപോയെങ്കിലും അതിലൊന്നുപോലും മൂല്യമുള്ളവ ആയിരുന്നില്ല എന്ന സത്യം ചേതൻ മനസ്സിലാക്കി. ഇവിടെ ഉപയോഗമുള്ള ഒരു വസ്തു പോലും ഇല്ലല്ലോ.
ഈ ആക്രി സാധനമൊക്കെ വെച്ച് ആളെ പറ്റിച്ച് വിൽപ്പനക്കാർ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. ചേതൻ പിറുപിറുത്തു. അവസാനത്തെ ചാൻസ് നിനക്കാണ്. പിറകിൽ നിന്നും ശങ്കറിന്റെ ശബ്ദം കേട്ടതും എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ട് ചേതൻ തിരിഞ്ഞു നോക്കി. ശങ്കറും തന്നെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് ചേതന് മനസ്സിലായി. അയാൾ ചേതനെ നോക്കി ഗർവോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഓഹ്, ഇയാളുടെ അടുത്തേരാ ഞാനാണോ എന്ന് ചിന്തിച്ച് ചേതൻ പുച്ഛത്തോടെ നിന്നു. പിന്നെ ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ ചേതനിലേക്കായി. ചിലരുടെ എല്ലാം നോട്ടത്തിൽ അസൂയയും വെറുപ്പും വരെ ഉണ്ടായിരുന്നു. എന്താ നീ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നേ? അടുത്തത് നീയാണെന്നുള്ളത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ശങ്കർ തന്റെ വെളുത്ത താടി കൈകൊണ്ട് ചുരുട്ടിക്കൊണ്ട് ചോദിച്ചു. താൻ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരിൽ കാണുന്ന ആവേശം ചേതനില്ലെന്ന് അയാൾ ശ്രദ്ധിക്കാതിരുന്നില്ല. ആളുകൾ ശങ്കർ അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടി ഉത്സാഹത്തോടെ കാത്തു നിൽക്കുമ്പോൾ എന്തിന് ചേതൻ അയാൾ തിരഞ്ഞെടുത്തുവെന്ന് അവനും മനസ്സിലായില്ല. എന്നാൽ ശങ്കറിനാവട്ടെ ആളുകൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് അവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുന്നത് ഒരു പതിവാണ്. അങ്ങനെയാണ് അയാൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചേതനെ തെരഞ്ഞെടുത്തത്. സാർ, എന്നെ സെലക്ട് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ തൽക്കാലം എനിക്ക് സാറിന്റെ സഹായം ആവശ്യമില്ല. കൈകൂപ്പി സ്റ്റൈലായി പറഞ്ഞ് ചേതൻ വീണ്ടും അവിടെയുള്ള വസ്തുക്കളെ നോക്കി നടക്കാൻ തുടങ്ങി. ശങ്കർ ഒരു തട്ടിപ്പുകാരനാണെന്ന് അവന് മാത്രമല്ല അറിയൂ. ചേതൻ തന്റെ വാഗ്ദാനം നിരസിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ശങ്കർ അത് കേട്ടൊന്ന് ഞെട്ടി. എന്റെ സഹായം വേണ്ടെന്നോ? നിനക്ക് മുമ്പേ വന്ന 9 പേരും എത്ര സന്തോഷത്തിലാണ് ഇവിടെ നിന്നും പോയത്. നീ എന്താ ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതെ വേണ്ടെന്ന് പറയുന്നത്? ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു. ചേതൻ മറുപടി ഒന്നും പറയാതെ ശാന്തമായി നിന്നതും ശങ്കർ തന്നെ താടി ഒഴിഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. നീ ഇവിടെ വന്നത് ഒരു നിധി കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഏതിലാണ് വിലമതിപ്പുള്ള നിധിയുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ നീ എന്നെ സഹായം ഇങ്ങനെ നിരസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരമില്ല, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശങ്കർ അയാളുടെ ആളുകളെ മയക്കുന്ന വാക്കുകളിൽ പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ ചാൻസ് എനിക്ക് തന്നേക്ക്. എനിക്ക് ശങ്കർ സാറിൽ വിശ്വാസമുണ്ട്. ഇവരെന്താ വട്ടാണോ? നല്ലൊരു അവസരം കിട്ടിയിട്ട് ഇങ്ങനെ കളയാൻ. ശങ്കർ സാർ, അവന് വേണ്ടെങ്കിൽ പോട്ടെ. എനിക്കൊരു അവസരം എന്താ പ്ലീസ്. ആ ആൾക്കൂട്ടത്തിലെ പലരും പലതും വിളിച്ചു പറഞ്ഞു. ശങ്കർ വഴികാട്ടുന്ന 10 പേരിൽ ഒരാളാവാൻ കാത്തിരിക്കുന്ന അവിടെയുള്ളവർക്ക് ഒരവസരം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച ചേതനെ ഒരു ഭ്രാന്തനായാണ് തോന്നിയത്. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട ശങ്കർ. ഞാൻ ഇങ്ങനെ പാവപ്പെട്ടവനായി തന്നെ ജീവിച്ചോളാം. ചേതൻ ഒന്നുകൂടി തന്റെ അഭിപ്രായം വ്യക്തമാക്കി. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിന്റെ കയ്യിൽ കാശില്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന സഹായത്തിന് പണം നൽകാൻ ഇല്ലെന്ന് കരുതിയാണെങ്കിൽ നീ എനിക്കൊന്നും തരേണ്ടതില്ല. ഞാൻ കാരണം ആരെങ്കിലും നന്നാവുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ ഇല്ല എനിക്ക്. ശങ്കർ തന്നെ നെഞ്ചിൽ കൈവച്ച് മുഖത്ത് അനുകമ്പ വരുത്തിക്കൊണ്ട് പറഞ്ഞു. അവിടെ കൂടിയവരെല്ലാം ശങ്കറിന്റെ വലിയ മനസ്സിനെ പ്രകീർത്തിച്ചു. എന്നാൽ ചേതന് മാത്രം അതൊക്കെ കേട്ടപ്പോ ചിരിയാണ് വന്നത്. എന്തൊരു കരുതലാണ് ഈ മനസ്സിന്. കാട്ടുകളൻ. അവൻ മനസ്സിലോർത്ത് എന്തോ പറയാനായി വാ തുറന്നതും ശങ്കർ പിന്നെയും സംസാരിക്കാൻ തുടങ്ങി. ഇനി അഥവാ കിട്ടുന്ന നിധി സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലെന്ന് തോന്നലാണെങ്കില് അതും വേണ്ട. അയാൾ അവനോട് പറഞ്ഞതും ആൾക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ്, ഈ പയ്യൻ ഇന്ന് എന്ത് നിധി കിട്ടിയാലും നിങ്ങൾ ആരും ഇവനെ പിന്തുടരരുത്. അവന്റെ കയ്യിൽ നിന്ന് ആ നിധി തട്ടിയെടുക്കാനും ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താ നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ട് ആൾക്കൂട്ടത്തിൽ വീണ്ടും മുറുമുറുപ്പുയർന്നു. ശങ്കർ സാർ, സാറ് പറഞ്ഞത് ഞങ്ങൾ എപ്പോഴാണ് അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ഞങ്ങൾ ആരും അവന്റെ കയ്യിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞു. ഇയാൾ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി തള്ളി എങ്ങോട്ടാണാവോ? ഈ അഭിനയം അയാൾ വല്ല സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയാനെ? അല്ല, ഈ ലോകത്ത് സിനിമയ്ക്ക് ഉണ്ടോ ആവോ? ചേതൻ പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. ശങ്കറിന്റെ വാക്കുകളിൽ ഒരു ദേഷ്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ചേതൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവിടെ കൂടിയിരുന്ന ആൾക്കൂട്ടം അയാളത് ദയ കാണിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു. ചേതൻ വീണ്ടും എന്തോ പറയാനായി വാ തുറന്നതും ശങ്കർ തന്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. കണ്ടോ, അവര് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇനി ധൈര്യമായിട്ട് ഞാൻ പറയുന്ന വസ്തു നീ വാങ്ങിക്കോ. ശങ്കർ ചേതനെ നോക്കി ചിരിച്ചു. പക്ഷേ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചേതന്റെ മുഖത്ത് യാതൊരു ഭാവവും ഇല്ലാത്തത് കണ്ട് അയാളുടെ ഉള്ളിൽ ദേഷ്യം വന്നു. നീ ഇത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ എന്തിനാ നിന്നെ ഇത്ര നിർബന്ധിക്കുന്നത് എന്നാണോ നീ വിചാരിക്കുന്നത്?
അതിനെയാണ് വിധി എന്ന് പറയുന്നത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും നിനക്കിന്ന് നിധി കിട്ടും എന്നുള്ളത് നിന്റെ വിധിയാണ്. ഞാനല്ലാതെ വേറെ ആരും നിനക്ക് ഇത്രയും ഉപകാരം ചെയ്യില്ല. ആ സഹായത്തിന് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നീ ഇത്രയും നേരമായി കഷ്ടപ്പെട്ട് അന്വേഷിച്ചതിനെ ഞാൻ ഒരു നിമിഷം കൊണ്ട് കാണിച്ചു തരാം. അത് കണ്ട് ഉറപ്പായിട്ടും നിനക്ക് സന്തോഷോ എന്ന് പറഞ്ഞ് ശങ്കർ ചേതനെ സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരു കല്ലെടുത്ത് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അയ്യേ, ഇതിനാണോ ഇയാൾ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്? തന്റെ കയ്യിൽ വെച്ചു തന്ന കല്ല് നോക്കി ചേതൻ ചിന്തിച്ചു. ചേതൻ കുറച്ചു നേരം മുമ്പ് തന്നെ മാജിക് ലൈബ്രറിയുടെ സഹായത്തോടെ ആ കല്ലിന്റെ മൂല്യം നോക്കിയതാണ്. അതിന് വെറും 2 നാണയത്തിന്റെ വില പോലും ഇല്ല എന്നവന് 100% ഉറപ്പാണ്. ചേതൻ അത് ചിന്തിച്ചുകൊണ്ട് നിന്ന സമയത്ത് ശങ്കർ വിൽപ്പനക്കാരനോട് ചേതന്റെ അടുത്ത് അതിന്റെ വില പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. വിൽപ്പനക്കാരൻ ചേതന്റെ മുൻപിലേക്ക് വന്നു നിന്നു. 30,000 സ്വർണ്ണ നാണയങ്ങളാണ് ഇതിന്റെ വില, അയാൾ പറഞ്ഞു. ചേതൻ അതിന്റെ വില കേട്ട് ഞെട്ടി നിന്നു. എന്താ അങ്ങനെ തന്നെ നിന്ന് കളഞ്ഞത്? വന്ന് ബില്ലടിച്ച് ആ വസ്തു വാങ്ങിക്കൊണ്ടു പോ. ഇന്ന് രാത്രി തൊട്ട് നിന്റെ സമയം തെളിഞ്ഞു. നീ ഒരു ഭാഗ്യശാലി തന്നെ. ചേതൻ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കണ്ട് വിൽപ്പനക്കാരൻ പറഞ്ഞു, ഇത് വീട്ടിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ചു നോക്ക്. ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ പോകുന്ന നിധി നിന്നെ അത്ഭുതപ്പെടുത്തും. ശങ്കറും അവനോട് പറഞ്ഞു. ചേതൻ ഒരുപാട് തവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സമ്മതിക്കാതെ ശങ്കർ എപ്പോഴും ഇടയ്ക്ക് കയറിക്കൊണ്ടിരുന്നു. അവസാനം ദേഷ്യം സഹിക്കവയ്യാതെ അവൻ പൊട്ടിത്തെറിച്ചു. ഡോ, തനിക്കെന്താണോ ഭ്രാന്താണോ? തന്നോടല്ല ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്. പിന്നെയും ഈ ആക്രിസാനം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ? താൻ ആരെ വേണമെങ്കിലും പറ്റിച്ചോ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, എനിക്കങ്ങനെ വെറുതെ നോക്കി നിൽക്കാനാവില്ല. നീ ഇവരുടെയൊക്കെ അടുത്ത് ഹീറോ കളിക്കുന്നുണ്ടല്ലോ. വെറുതെ എന്റെ അടുത്ത് കളിക്കാൻ വന്ന് സീറോ ആവണ്ട. ചേതൻ ദേഷ്യത്തിൽ തന്റെ മനസ്സിലുണ്ടായിരുന്ന അത്രയും അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ആരാടാ ഈ ധിക്കാരി? ശങ്കർ സാറിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ അവൻ എന്ത് ധൈര്യമാണെന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് സഹായിക്കാൻ വന്ന ആളോട് ആരെങ്കിലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കോ? ചേതൻ പറഞ്ഞത് കേട്ട് ആ ആൾക്കൂട്ടത്തിലുള്ളവർ ഒച്ച വെക്കാൻ തുടങ്ങി. ഇവൻ ഉറപ്പായും വല്ല ഭ്രാന്തനും ആയിരിക്കണം, ഇല്ലെങ്കിൽ ശങ്കർ സാറിനോട് തട്ടിക്കയറാൻ നിൽക്കില്ല. അവൻ പറഞ്ഞത് കേട്ട് വ്യാപാരികളും ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ, നീ എന്തായി പറയുന്നത്? ഉള്ളിലെ ദേഷ്യം മറച്ചു വെച്ച് ശാന്തമായി ശങ്കർ ചേതനോട് ചോദിച്ചു. ചേതൻ തന്നോട് അങ്ങനെ സംസാരിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഞാൻ ഒരു തവണ കൂടി പറയാം, നിങ്ങളും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും പറ്റിച്ചോ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ തൊഴിൽ തലയിടാൻ ഞാൻ വരുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ചേതൻ തന്നെ ദേഷ്യം അടക്കാൻ ശ്രമിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ചേതൻ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് തന്നോട് അങ്ങനെ പറഞ്ഞത് ശങ്കറിൽ ഒരു ഞെട്ടൽ ഉളവാക്കി. നിനക്ക് എത്ര അഹങ്കാരമുണ്ടായിട്ടായിരിക്കണം എന്നോടിങ്ങനെ സംസാരിക്കുന്നത്? തന്റെ ജുബയുടെ മുകളിലെ കോട്ട് പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ശങ്കർ പറഞ്ഞു. 30 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ കാരണം എത്ര പേര് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെന്നറിയുമോ? ഒരാളെ പോലും ഞാൻ പറ്റിച്ചിട്ടില്ല. അതിവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പറ, നിങ്ങൾ ആരെങ്കിലും ഞാൻ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കോപത്തോടെ ശങ്കർ ചോദിച്ചു. ഈ കണ്ടവനൊക്കെ പറയുന്നത് കേട്ട് സാർ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സാറിനെ കുറിച്ച് മോശമായി സംസാരിച്ച ഇവിടുന്ന് ഒരു നേരത്തെ ചോറ് പോലും ഇവൻ ഇവിടെ ഒരാളുടെ കയ്യിൽ നിന്നും കിട്ടില്ല. ഇവനെ ഞങ്ങൾ തന്നെ ഒരു പാഠം പഠിപ്പിച്ചോളാം. സാറ് വിഷമിക്കരുത്. ശങ്കർ സാറിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ട് ഇവൻ അധികം നാൾ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ആരെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കാൻ ഇവൻ പേടിക്കണം. അത് ഞങ്ങളേറ്റു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചിലർ ചേതനെ ശത്രുവിനെ പോലെ നോക്കി. എന്നാൽ ചേതൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചോദിച്ചു. ഓ, 30 വർഷമായി നിങ്ങൾ ഈ ജോലി ചെയ്യുകയാണെന്നുള്ളത് നിങ്ങളുടെ മനസാക്ഷി തൊട്ട് ഒന്ന് പറയ് നോക്കട്ടെ. ഇവൻ ഞാൻ വിചാരിച്ചതിനേക്കാൾ മോശമായ ആളാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഈ തെമ്മാടിയെ വിരട്ടി ഓടിച്ചതിൽ യാതൊരു അത്ഭുതവും ഇല്ല. ലൈബ്രറി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വരെ അവൻ പറഞ്ഞത് വിശ്വസിച്ചു പോയനെ. ചേതൻ ചിന്തിച്ചു. എന്തായാലും ഈ പാവം ജനങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഇവന്റെ ഈ മുഖംമൂടി വലിച്ചു കളയണം. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ ശങ്കറിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു. ശങ്കറിനോട് മര്യാദയില്ലാതെ സംസാരിക്കുന്നത് കണ്ട ജനങ്ങൾ അവനെതിരെ തിരിഞ്ഞു. അവർ ദേഷ്യത്തിൽ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയതും ശങ്കർ കൈ ഉയർത്തിക്കൊണ്ട്
അവരോട് ശാന്തരാകുവാനായി അഭ്യർത്ഥിച്ചു. ഞാനൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ്. ആ എന്നെ കുറിച്ചാണ് എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി നീ എന്നെ ഒരു ചതിയനാക്കാൻ ശ്രമിച്ചത്. എന്നെ കൊണ്ട് അത് ക്ഷമിക്കാൻ കഴിയില്ല. നിനക്കൊരു അവസാന അവസരം തരാം. മര്യാദയ്ക്ക് എന്നോട് ഇവരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിനക്കുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കും. മയത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ ശങ്കറിന്റെ വാക്കുകൾ അവസാനമായപ്പോഴേക്കും രൂക്ഷമായി. എന്ത് ശിക്ഷ നടപ്പിലാക്കുമെന്നോ? അയ്യടാ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വസ്തുക്കളുണ്ടല്ലോ, അത് ശുദ്ധീകരിച്ചു നോക്കാം. അപ്പോൾ ഞാനാണോ നിങ്ങളാണോ കള്ളം പറയുന്നതെന്ന് അറിയാമല്ലോ. എന്നിട്ട് തീരുമാനിക്കാം ശിക്ഷ ആർക്ക് കൊടുക്കണമെന്ന്. ചേതനും തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് ശുദ്ധീകരിക്കാനോ? മെല്ലെ ചോദിച്ചുകൊണ്ട് ശങ്കർ തന്റെ നെറ്റി ചുളിച്ചു. ചേതൻ അത് ശുദ്ധീകരിക്കാൻ പറയുമെന്ന സംശയം ശങ്കറിനുണ്ടായിരുന്നു. അവൻ അയാളുടെ ഊഹം തെറ്റിച്ചതുമില്ല. ഒന്ന് പരിങ്ങെങ്കിലും ഗൗരവം വിട്ടുമാറാതെ അയാൾ ജനങ്ങളോടായി ഇപ്രകാരം പറഞ്ഞു. 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായി ഇവിടേക്ക് വന്നത്. അന്നു മുതൽ നിങ്ങളുടെ സ്നേഹം ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച വസ്തുക്കളെല്ലാം ശുദ്ധീകരിക്കാൻ 1 അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും പിടിക്കും. അതുവരെ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. എനിക്ക് എന്റെ നാട്ടിൽ ഒരുപാട് വേറെ ജോലികൾ ചെയ്യാനുണ്ട്. ചേതൻ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടുന്നതാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല. കാരണം നിങ്ങൾക്കറിയാലോ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ പോലെ ഒരാളെ കുറിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞാൽ എന്താണ് ശിക്ഷ എന്ന് നിനക്കറിയുമോ? ശങ്കർ കടുപ്പത്തിൽ ചേതനെ നോക്കി ചോദിച്ചു. തിരികെ എന്ത് പറയണമെന്നറിയാതെ നിന്നു അവൻ. തന്ത്രശാലിയായ തട്ടിപ്പ് വീരന്മാർ എപ്പോഴും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ശങ്കറും ഇവിടെ ചെയ്തത്. നാടുവിട്ട് പോകുന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേതന വസ്തുക്കൾ ശുദ്ധീകരിക്കുന്നത് വരെ അയാൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞാലും ആളുകൾ അതിന് സമ്മതിക്കില്ല. ആ വസ്തുക്കളെ ശുദ്ധം ചെയ്യാതെ ശങ്കർ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ ചേതന്റെ കയ്യിൽ മറ്റു തെളിവുകളൊന്നുമില്ല. തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയെ കുറിച്ച് ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് അവന് അതിനെയും ഒരു സാക്ഷിയാക്കി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഈ സമയത്ത് ജനങ്ങൾ വീണ്ടും ബഹളം തുടങ്ങി. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കേ. ശങ്കർ സാറിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ നാ വറുത്ത് കളയാതെ ഇവിടെ നിന്ന് വിടില്ല. ഇവരോടൊക്കെ എന്തിനാണ് സംസാരിക്കാൻ നിൽക്കുന്നത്? അടിച്ചോടിക്ക് ഇവിടെ നിന്നും എന്നെല്ലാം ദേഷ്യത്തോടെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇവിടെ ചിലർ ചതിക്കപ്പെട്ടുവെങ്കിലും ശങ്കറിനെ കുറിച്ച് മോശമായി സംസാരിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് അവർ വിശ്വസിച്ചു. ജനങ്ങൾക്കിടയിൽ ശങ്കറിനോട് ഒരു അന്ധമായ വിശ്വാസമുണ്ടായിരുന്നു. അത് അവന്റെ ചിങ്കിടികൾ അവർക്കിടയിൽ പറഞ്ഞു പരത്തിയ വീരകഥകൾ കാരണം തന്നെയാണ്. ശങ്കറിനോടുള്ള ആ അമിതമായ വിശ്വാസം കൊണ്ട് ശങ്കറിനെ പോലെ ഒരു നല്ല മനുഷ്യൻ തങ്ങളെ പറ്റിക്കില്ല എന്ന് അവർ വിശ്വസിച്ചു. അതിനാൽ തന്നെ ശങ്കറിനെ പറ്റി ആര് തെറ്റായി സംസാരിച്ചാലും ഒന്നും ചിന്തിക്കാതെ ജനങ്ങൾ എതിർക്കുമായിരുന്നു. അവിടെയാണ് ആ തട്ടിപ്പ് വീരന്റെ വിജയവും. സാറ് പറയുന്നത് തെറ്റാണെന്ന് പറയണമെങ്കിൽ നീയും വസ്തുക്കളുടെ മൂല്യം ഗണിച്ചു പറയുന്ന ആളായിരിക്കണമല്ലോ. ഒരു കാര്യം ചെയ്, നീ മൂല്യമുള്ളൊരു വസ്തു ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് പറയ്. നീ കണ്ടുപിടിക്കുന്ന വസ്തുവിന് മൂല്യമില്ലെങ്കിൽ മാത്രം നീ സാറിനോട് മാപ്പ് പറഞ്ഞാൽ മതി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചേതനോട് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണ്. ശങ്കർ മനസ്സിലോർത്തു. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. നമ്മൾ 2 പേരും ചേർന്ന് പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ പറ്റുന്ന 2 വസ്തുക്കളെ തിരഞ്ഞെടുക്കാം. ഞാൻ തിരഞ്ഞെടുക്കുന്ന വസ്തു മൂല്യമുള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് നീ വാങ്ങിക്കണം. അതുപോലെ എന്റെ കാലിൽ വീണ് മാപ്പും പറയണം. എന്തു പറയുന്നു? എന്നോട് പന്തയം വെക്കാൻ നീ തയ്യാറാണോ? ശങ്കർ ചേതനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കുറെ നേരമായി എങ്ങനെ ശങ്കറിന്റെ മുഖം മൂടി വലിച്ചു കീറാമെന്ന് ആലോചിക്കുകയായിരുന്നു ചേതൻ. ശങ്കറായി തന്നെ അതിനൊരു അവസരം കൊണ്ടുതരുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. അയാൾ തന്റെ കുഴി സ്വയം കുഴിക്കുകയാണെന്നോർത്ത് ചേതന് ചിരിയടക്കാനായില്ല. ചേതന്റെ അടുത്ത് എന്തും കണ്ണാടി പോലെ പുറത്തു കാണിക്കുന്ന മാന്ത്രിക ലൈബ്രറി ഉള്ളതുകൊണ്ട് ശങ്കറിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ അവന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ സാധിക്കും. എന്നാൽ ഇതേ സമയം ശങ്കർ ചേതനെ പന്തയത്തിന് വിളിച്ചത് ചേതന് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലായിരിക്കുമെന്ന് കരുതിയാണ്. അവൻ ഏതെങ്കിലും വസ്തു തെരഞ്ഞെടുത്തിട്ട് അത് മൂല്യമില്ലാത്തതായി മാറിയാൽ ആൾക്കാർക്ക് തന്നിലുള്ള വിശ്വാസം അധികരിക്കും. അത് വെച്ച് ഇനിയും ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കാം എന്ന സന്തോഷത്തിലായിരുന്നു ശങ്കർ. എന്താ മോനെ, പേടിയാവുന്നുണ്ടോ? ശരി, ഞാൻ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് ചേതനെ നോക്കി പരിഹസിച്ച് ചിരിച്ചിട്ട് ശങ്കർ തന്റെ കോട്ടൂരി മാറ്റി
വ്യാപാരികളുടെ ഇടയിലേക്ക് ചെന്നു. ഒറ്റ നോട്ടത്തിൽ എല്ലാം നോക്കി കൈ അകലത്തിലിരുന്ന ഒരു ചെറിയ വസ്തു എടുത്ത് ഇതിന്റെ വില എന്താണ് എന്ന് ഒരു വ്യാപാരിയോട് ചോദിച്ചു. 200 സ്വർണ്ണ നാണയങ്ങൾ. വ്യാപാരി മറുപടി പറഞ്ഞു. ഇതാ നിങ്ങൾ പറഞ്ഞ 200 സ്വർണ്ണ നാണയങ്ങൾ എന്ന് പറഞ്ഞ് ശങ്കർ പണം വ്യാപാരിയുടെ കയ്യിൽ കൊടുത്ത് ആ വസ്തു വാങ്ങി. ഇത് ശുദ്ധീകരിക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കുമോ? ശങ്കർ ജനക്കൂട്ടത്തെ നോക്കി ചോദിച്ചു. ആ വ്യാപാരി അയാൾ തന്നെ ശുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് ആ വസ്തു വാങ്ങിക്കൊണ്ട് ഒരു മുറിയിലേക്ക് പോയി. അയാൾ തിരികെ വന്നത് ഒരു തങ്ക തവളയെ കൊണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ ശങ്കർ സാർ, സാറിന് കിട്ടിയിരിക്കുന്നത് ഒരു തങ്ക തവളയുടെ തോലാണ്, വ്യാപാരി പറഞ്ഞു. തങ്കത്തവള ഡോൺ 6 നിലയിലുള്ള ഒരു വന്യജീവിയാണ്. അതിന്റെ ശരീരത്തിൽ തന്നെ ഏറ്റവും മതിപ്പുള്ള ഒന്ന് അതിന്റെ തോലാണ്. ആ തവളയുടെ ആയുസിൽ അതൊരു തവണ മാത്രമേ അതിന്റെ തോലുരിയുകയുള്ളൂ. ഈ തോല് വിലയേറിയ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ശങ്കർ ഒരു സംഭവമാണെന്നും അയാൾക്ക് മാത്രമേ ഇതുപോലെ മൂല്യമുള്ള വസ്തുക്കളെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ എന്നും ജനങ്ങൾക്ക് വീണ്ടും ബോധ്യമായി. ശങ്കർ തങ്കത്തവളയുടെ തോൽ ഉയർത്തിക്കാട്ടിയതും അവിടെയാകെ ജനങ്ങളുടെ കയ്യടി മുഴങ്ങി. അവർ ബഹുമാനത്തോടെ അയാളെ നോക്കി നിന്നു. എല്ലാവരും ഒന്ന് ശാന്തരാകുക, ശങ്കർ ജനക്കൂട്ടത്തെ നോക്കി പറഞ്ഞു. എല്ലാവർക്കും ഇതിന്റെ വില എത്രയാണെന്ന് അറിയണമെന്നില്ല. അതുകൊണ്ട് ഇതിന്റെ വില എത്രയാണെന്ന് താൻ തന്നെ പറയേ, ശങ്കർ വ്യാപാരിയോടായി പറഞ്ഞു. 2000 സ്വർണ്ണ നാണയങ്ങൾ, വ്യാപാരി എല്ലാവർക്കും കേൾക്കത്തക്ക വിധത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു. എന്ത്? 200 സ്വർണ്ണ നാണയങ്ങൾക്ക് സാറ് വാങ്ങിയതിന് 2000 സ്വർണ്ണ നാണയങ്ങൾ വിലയോ? 10 ഇരട്ടി ലാഭം കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ 80,000-ന് വാങ്ങിയ ഞാൻ ഇനി രാജാവായിരിക്കും എന്ന് പറഞ്ഞ് ശങ്കർ വഴികാട്ടിയൊരുവൻ സന്തോഷമടക്കാനാവാതെ തുള്ളിച്ചാടി. ഇനി നിന്റെ ഊഴമാണ്, വന്ന് സെലക്ട് ചെയ്യ്, ശങ്കർ ചേതന് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ചേതൻ അവന്റെ കഴിവ് തെളിയിച്ചേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു. ശങ്കർ കണ്ടുപിടിച്ചതിനേക്കാൾ മൂല്യമുള്ള വസ്തു കണ്ടുപിടിക്കണം എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഞാൻ സെലക്ട് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ തിരഞ്ഞെടുത്ത വസ്തു ശുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പണം തന്നാ മതിയോ? ചേതൻ വിൽപ്പനക്കാരനോട് ചോദിച്ചു. ഇല്ല, അത് പറ്റില്ല. ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പണം തന്നേ മതിയാവും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. പക്ഷെ നീ തിരഞ്ഞെടുക്കുന്ന വസ്തുവിന് മൂല്യമില്ലെങ്കിൽ നീ പിന്നെ എങ്ങനെ എനിക്ക് പണം തരും? റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല, വ്യാപാരി ദേഷ്യത്തോടെ പറഞ്ഞു. വസ്തുക്കൾക്ക് വില നിർണയിക്കുന്നത് വ്യാപാരികളാണ്. ജനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്ന വസ്തുക്കൾ ശുദ്ധീകരിച്ച ശേഷം മൂല്യമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് വിൽപ്പനക്കാരോട് തർക്കിക്കണ്ട എന്ന് ചേതൻ തീരുമാനിച്ചു. ശരി, ഇവിടെ 8 സ്വർണ്ണ നാണയങ്ങൾക്ക് എന്തൊക്കെ കിട്ടും അതെല്ലാം കാണിക്കേ, അതിൽ നിന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്യാം എന്ന് ചേതൻ പറഞ്ഞതും ആൾക്കൂട്ടം അന്തിച്ചു നിന്നു. എന്താ 8 നാണയത്തിന്റെ വസ്തു? എന്റെ ചെവിയുടെ കുഴപ്പമാണോ അതോ ശരിക്കും ചോദിച്ചത് 8 നാണയത്തിന്റെ വസ്തു എന്ന് തന്നെയാണോ? ആളുകൾ പിറുപിറുത്തു. എങ്ങനെയൊക്കെ വന്നാലും ഒരു വസ്തുവിന് 100 നാണയങ്ങൾ വില വരും. അങ്ങനെയുള്ളപ്പോ ചേതൻ 8 നാണയങ്ങളുടെ വസ്തു ചോദിക്കുന്നത് കേട്ടാ അവർക്ക് ചിരി വന്നു. ചേതനെ ആളുകൾ ഒരു ഭ്രാന്തനെ പോലെ നോക്കി. 8 നാണയത്തിന് നിലത്തെടുക്കുന്ന മണ്ണെടുത്ത് ശുദ്ധം ചെയ്ത് നോക്ക് എന്ന് ആൾക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതും എല്ലാവരും അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. അനിയ, ഇവിടെ 8 നാണയങ്ങൾക്ക് ഒന്നും കിട്ടില്ല. വേണമെങ്കിൽ 80 നാണയങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുത് ഞാൻ കാണിച്ചു തരാം, വ്യാപാരി പരിഹാസത്തോടെ പറഞ്ഞു. എന്ത്? ഇവിടെ ഇത്രയും വസ്തുക്കൾ ഉണ്ടായിട്ട് 8 നാണയങ്ങളുടെ ഒന്നുപോലും ഇല്ലെന്നോ? ഒരാൾക്ക് ഒരു നാണയം കൊണ്ട് വേണമെങ്കിലും കോടീശ്വരനാവാലോ. പിന്നെന്താ 8 നാണയങ്ങളുടെ ഒരു വസ്തു പോലും ഇവിടെ ഇല്ലാത്തത്? ചേതൻ വ്യാപാരിയെ നോക്കി ചോദിച്ചു. ആകെ 8 നാണയം വെച്ച് പണക്കാരനാവാൻ ഇറങ്ങിയതാ ഈ പണ്ഡിതൻ. ആൾക്കൂട്ടത്തിൽ ഒരാൾ അവനെ കളിയാക്കി പറഞ്ഞു. അത് കേട്ട് ആൾക്കൂട്ടം വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും ഒന്ന് ശാന്തരാകൂ. തെറ്റ് ചെയ്യുന്നത് മനുഷ്യപ്രകൃതമാണ്. ഇവൻ ചെറിയ പയ്യനല്ലേ, പ്രായത്തിന്റെ പക്വതയില്ലായ്മ കാരണം ഓരോന്ന് വിളിച്ച് പറയുന്നതാണ്, ശങ്കർ പരിഹാസത്തോടെ പറഞ്ഞു. ജനങ്ങളുടെ പ്രിയം പിടിച്ചു പറ്റാൻ അവരുടെ മുമ്പിൽ നല്ലവനെ പോലെ അഭിനയിക്കുന്നതും ശങ്കറിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അയാൾ തന്റെ ഉള്ളിലെ ദേഷ്യം അടക്കി ചിരിച്ചുകൊണ്ട് ചേതനെ നോക്കി. മോനെ, ഇവിടെ 8 നാണയത്തിനുള്ള വസ്തുക്കളൊന്നുമില്ല. പക്ഷെ നിനക്ക് ഞാൻ ഒരു അവസരം തരാം. നീ ഏത് വസ്തു തിരഞ്ഞെടുത്താലും അതിന്റെ പണം ഞാൻ കൊടുക്കാം. നീ തിരഞ്ഞെടുക്കുന്ന വസ്തു മൂല്യമുള്ളതാണെങ്കിൽ അതിന്റെ ലാഭം നിനക്കെടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നീ എന്നോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് കൈ പിന്നിൽ കെട്ടി ശങ്കർ വലിയ ആളെ പോലെ നിന്നു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ശങ്കറിനെ പുകഴ്ത്താൻ തുടങ്ങി.
ശത്രുവിനെ പോലും സഹായിക്കുന്ന വലിയ മനസ്സാണ് അയാളുടേതെന്നും എന്തൊരു കളങ്കമില്ലാത്തതാണ് അയാളുടെ സ്വഭാവം എന്നുമൊക്കെ ആളുകൾ പറഞ്ഞു. ചേതനിതെല്ലാം കേട്ട് ചിരി വന്നു. അണയാൻ പോകുന്ന തീ ആളിക്കത്തൂന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? ഇപ്പൊ കണ്ടോ മോനെ ശങ്കറെ, അവൻ മനസ്സിൽ പറഞ്ഞു. നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ വാങ്ങുന്ന വസ്തുവിന്റെ പണം കൊടുക്കുമോ? പറഞ്ഞ് പറ്റിക്കില്ലല്ലോ അവസാനം? ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചേതൻ സംശയത്തോടെ ചോദിച്ചു. എന്താ മോൻ ഇങ്ങനെ ചോദിക്കുന്നത്? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിനക്ക് വാക്ക് തന്നിട്ട് ഞാനത് ചെയ്യാതിരിക്കോ? ശങ്കർ അവനോട് ചോദിച്ചു. എങ്കിലൊക്കെ ഞാനിപ്പോ തന്നെ ഒരു വസ്തു സെലക്ട് ചെയ്യാം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് മുന്നിലേക്ക് ചെന്ന് ഓരോ വസ്തുക്കളെയും ചേതൻ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. മതിപ്പുള്ള ഒരു ചെറിയ വസ്തു കണ്ടുപിടിക്കുകയായിരുന്നു ലക്ഷ്യം. വലിയ വസ്തുക്കൾ തിരഞ്ഞെടുത്താൽ അതിനെ ശുദ്ധം ചെയ്യാൻ ഒരുപക്ഷെ നാളുകൾ പിടിച്ചേക്കാം. അതുകൊണ്ട് ചെറുത് നോക്കിയെടുക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ തൊടുന്ന ഓരോ വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ പ്രത്യക്ഷമായി. പെട്ടെന്ന് ഉള്ളം കൈയുടെ വലുപ്പമുള്ള ഒരു കുഞ്ഞു വസ്തു എടുത്ത് ചേതൻ വ്യാപാരിയുടെ കയ്യിൽ കൊടുത്തു. ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന വസ്തു. ഇതിന്റെ വില എത്രയാണെന്ന് പറ. ചേതൻ സ്റ്റൈലായി പറഞ്ഞു. ഇതിനും 200 നാണയങ്ങളാണ് വില. വ്യാപാരി മറുപടി കൊടുത്തു. ചേതൻ ബില്ല് കൊടുക്കാനായി ശങ്കറിനെ നോക്കി. ഒരാവേശത്തിന് അവന്റെ ബില്ല് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് കേട്ട് ഒരു നാണവുമില്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്നെ നോക്കുന്നത് കണ്ടില്ലേ? ഇവനെ പോലെ നാണം കെട്ട ജന്മത്തെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം എന്ന് ശങ്കർ പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. തന്റെ ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ അയാൾ ബില്ല് കൊടുക്കാനായി മുന്നിലേക്ക് ചെന്നു. ജനങ്ങളുടെ പ്രിയപ്പെട്ട ശങ്കർ സാറിന്റെ അവസ്ഥയോർത്ത് ചേതന് ചിരി വന്നു. ഇനിയാണ് സാറേ ഈ ചേതന്റെ ശരിയായ കളി തുടങ്ങാൻ പോകുന്നത്.